മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. തുടങ്ങാം. ബുധനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ശരിയല്ലേ? PB11 ബുധനെ കുറിച്ച് കുറച്ച് ദൂരം പഠിച്ചു. നമ്മൾ പ്രധാനമായിട്ട് പഠിച്ച കാര്യങ്ങൾ ബുധനെ കുറിച്ച് പറയുമ്പോൾ ബുധൻ സൗമ്യ ഗ്രഹമാണ്. പിന്നെ ശ്ലേഷ്ഠവാക്ക് സതത ഹാസ്യരുചിർ യജ്ഞ പിത്തമാരുത കഫ പ്രകൃതിച്ച എന്ന് പഠിച്ചു. വാചക കസർത്തിന്റെയും വാക്കിന്റെ കാരകത്വം ബുധനാണ്. വജോ എന്ന് പഠിച്ചു. ഇജ്ഞോ അല്ലെങ്കിൽ ഇജ്ഞ വജോ എന്ന് പഠിച്ചു. വാക്കിന്റെ കാരകത്വം ബുധനാണ്. ദ്വയാർത്ഥ പ്രയോഗം, രണ്ടർത്ഥം വെച്ച് സംസാരിക്കുക, തൊങ്ങൽ വെച്ച് സംസാരിക്കുക, നല്ല നർമ്മം നിറഞ്ഞ സംസാരം, ഇതൊക്കെ ബുധൻ്റെതാണ്. പിന്നെ പഠിച്ചത് ത്രിദോഷങ്ങളുടെ കാരകത്വം ബുധനെന്ന് പഠിച്ചു. ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വാത പിത്ത കഫം 3 കാരകത്വവും ബുധന് വരും. സൂര്യനും ചൊവ്വയ്ക്കുമാണെങ്കിൽ പിത്തം മാത്രമേ ഉള്ളൂ. ശനിക്ക് വാദമാണ് പ്രധാനപ്പെട്ടത്. ശുക്രൻ വ്യാഴം ചന്ദ്രനും കഫമാണ് പ്രധാനം. ബുധന് ത്രിദോഷം. ബുധന് ഉള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പ്രയാസം എന്ന് പറഞ്ഞു. പിന്നെ ബുധന് വരുന്നത്, ബുധൻ ഒരു നപുംസക ഗ്രഹമാണ്. സ്ത്രീ തത്വവും പ്രകടിപ്പിക്കും, പുരുഷ തത്വവും പ്രകടിപ്പിക്കും. നപുംസക ഗ്രഹം. ബുധന്റെ രാശികൾ നോക്കുമ്പോഴും അങ്ങനെയാണ്. ഉഭയരാശികളാണ് രണ്ടും. ബുധന്റെ 2 രാശിയും ഉഭയരാശി, ചരവുമല്ല സ്ഥിരവുമല്ല. അപ്പോൾ ഒരു മീഡിയം സ്വഭാവം എന്ന് വെച്ചാൽ 2 സൈഡ് ഒരു സ്ഥിരതയുണ്ടെന്നും പറയാൻ പറ്റൂല, ചലനാത്മകമെന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം സൈസിൽ നിൽക്കുന്ന സ്വഭാവമാണ്. പിന്നെ പാണ്ഡിത്യം, നല്ല വാക്കുകൾ, കലാനിപുണത മറക്കരുത്. ബുധന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരകത്വം കലാനിപുണത. അത് മറക്കാൻ പാടില്ലാത്ത ഒരു പോയിന്റാണ്. അത് നമുക്ക് ഇപ്പോഴാവശ്യം വരും. കലാനിപുണത, വിദ്യ, മാതുലൻ അമ്മയുടെ സഹോദരൻ, വാക്ചാതുര്യം, പിന്നെ സാമർഥ്യം, വിദ്യാഭ്യാസം, യജ്ഞം, വൈഷ്ണവ കർമ്മങ്ങള്, വൈഷ്ണവ ദേവന്മാര്, വാചകങ്ങള്, കളിസ്ഥലം, ഇതിൻ്റെയൊക്കെ കാരകത്വം ബുധനാണെന്ന് പഠിച്ചു. പിന്നെ സ്പീച്ച്, നാക്ക്, വായ, നാക്ക്, പിന്നെ സ്പീച്ചിന്റെ ഒക്കെ കാരകത്വം ബുധനാണ്. ബുധൻ കമ്മ്യൂണിക്കേഷൻ പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബുധന് ബലമുണ്ടെങ്കിൽ വാക്ചാതുര്യം, അത് നേരത്തെ പഠിച്ചത് തന്നെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബുധന്റെ പ്രധാനപ്പെട്ടതും ഗണിതത്തിന്റെ കാരകത്വം ബുധനാണ്. ബുധൻ നല്ല ബലവാനിരുന്നു കഴിഞ്ഞാൽ കണക്കിന് നല്ല മിടുക്കരായിരിക്കും. കോമേഴ്സ്, ബിസിനസ് സ്റ്റഡീസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, പത്രപ്രവർത്തനം, എഴുത്ത്, പ്രിന്റിങ്, പിന്നെ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ കാരകത്വം ബുധനാണ്. അക്കൗണ്ടൻസി, ബാങ്കിങ് മേഖലകൾ, ഇതിൻ്റെ എല്ലാം കാരകത്വം ബുധനുണ്ട്. പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡ്. പിന്നെ ബാഡ് ഡ്രീം, ബുധന് ബലമില്ലെങ്കിൽ സ്വപ്നം കണ്ടൊക്കെ വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ബേഡ്സ് നോളജ് ഓഫ് ബേഡ്സ് ലാംഗ്വേജ്, പക്ഷിശാസ്ത്രങ്ങളൊക്കെ ബുധനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ന്യൂസ് പേപ്പർ, ജേർണലിസ്റ്റ്, ലാംഗ്വേജ്, പൊയട്രി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, വെക്കാബുലറി, ഇതൊക്കെ പഠിച്ചു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അന്ന് പഠിച്ചു തീർത്തു. ഇനി പഠിക്കേണ്ട കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അത് കുറച്ച് കാര്യമായിട്ടുള്ളതാണ്. ബുധനെ കൊണ്ടുള്ള അസുഖങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
നെർവസ് വീക്ക്നെസ് ഒക്കെ ബുധനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ന്യൂറോ പ്രശ്നങ്ങൾ, ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ന്യൂറോ സിസ്റ്റം ബുധനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബുധന് ബലക്കുറവായിട്ട് ലഗ്നത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും. അതായത് ബുധൻ ലഗ്നത്തിലോ അല്ലെങ്കിൽ ബലമില്ലാതെയോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ന്യൂറോ പ്രശ്നങ്ങൾ, ന്യൂറോ വീക്ക്നെസ് ഉണ്ടാവും. ന്യൂറോ വീക്ക്നെസ്, പാരാലിസിസ് ഉണ്ടാവും, വാദത്തിന്റെ പ്രശ്നങ്ങൾ. സ്ട്രോക്കിന്റെ കാരകത്വം ബുധനാണ്. സ്ട്രോക്ക് ബുധന്റെ ദശ അപകാരമൊക്കെ വരികയും വയസ്സാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജന്മനാല് ചിലപ്പോൾ ന്യൂറോ കംപ്ലൈന്റ് ഉള്ള ഒരാളിന് വയസ്സുകാലത്ത് ബുധദശയൊക്കെ വരുന്ന ചാടി കൊടുക്കുകയാണെങ്കിൽ ബലമില്ലെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവും. അങ്ങനെ എൻ്റെ വീട്ടിൽ ഒരാൾക്ക് വന്നു. ബുധന്റെ അപകാരകാലത്ത്, ബുധന്റെ ദശയില് രാഹുവിന്റെ അപകാരകാലത്ത് ഒരാൾക്ക് സ്ട്രോക്ക് വന്നു. 9 മാസം കിടന്നു. ഞാൻ നോക്കിയപ്പോൾ ബുധന്റെ ദശയായിരുന്നു, രാഹുവിന്റെ അപകാരം. ഒരു ബുധൻ ലഗ്നത്തിൽ എന്തോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു അത് വന്നത്. സ്ട്രോക്കിന്റെ കാരകത്വം ബുധനാണ്. ത്വക്കിന്റെ കാരകത്വം ബുധനുണ്ട്. പിന്നെ വോയിസ്, ഹിയറിംഗ്, സ്കിന്ന്, അബ്ഡോമൻ, നെർവസ് സിസ്റ്റം, ലോവർ നെക്ക്, കഴുത്തിന്റെ കഴുത്ത്, കൈകൾ. കാരണം നമ്മളിപ്പോ പറയുമ്പോൾ ചൊവ്വയെ കൊണ്ട് തലയെ പറയും. ചൊവ്വ, തലയുടെ കാരകത്വം ചൊവ്വയ്ക്കാണ്. മുഖത്തിന്റെ കാരകത്വം ശുക്രനാണ്. തോള്, കയ്യ്, തൊണ്ടയുടെ ഒക്കെ കാരകത്വം വരുന്നത് ബുധനാണ്. അപ്പോൾ ബുധനെ സംബന്ധിച്ച് ലോവർ നെക്ക്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒക്കെ കാരകത്വം ബുധനാണ്. ഇതിനെല്ലാം എന്ന് വെച്ചാൽ ബുധന്റെ സമയം വരുമ്പോൾ ഇതിനൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാൻ ഇടവരും എന്നർത്ഥം. അത് എഴുതുമ്പോഴും ക്ലിയർ ആയിട്ട് എഴുതി പഠിക്കണം. നെർവസ് വീക്ക്നെസ് ബുധനുമായിട്ട് ബന്ധപ്പെട്ടത്. നെർവസ് വീക്ക്നെസ്, പാരാലിസിസ്, നെർവസ് വീക്ക്നെസ്, പാരാലിസിസ്, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോം ഓഫ് ഇഞ്ചുറി ടു ദി ബ്രെയിൻ. ബ്രെയിനിന് വരുന്ന ഇഞ്ചുറിയാണ് സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ട്രോക്ക് എന്ന് വെച്ചാൽ ബ്രെയിനിനെ ബാധിക്കുന്നത്. അതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ബുധന്റെ കാരകത്വമാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം, സ്ട്രോക്ക്, ന്യൂറോ പ്രശ്നങ്ങള്, വാദം, ഇതത് ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടതെല്ലാം ബുധന്. അതാണ് പറഞ്ഞ ബുധന് തീരെ ബലമില്ല, ബുധന്റെ ദശ അപകാരമൊക്കെ വരികെന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിക്കണം. എന്തെങ്കിലും അസുഖം വന്ന് പിടിപെട്ടു പോയാൽ വിട്ടുമാറാൻ ഭയങ്കര പാടാണ്. ബുധന് പ്രധാനപ്പെട്ടത് നെർവസ് വീക്ക്നെസ്, പാരാലിസിസ്, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ഇഞ്ചുറി ടു ദി ബ്രെയിൻ. ബ്രെയിനിനുണ്ടാകുന്ന ഇഞ്ചുറിയാണ് സ്ട്രോക്ക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കിന്ന്, അബ്ഡോമൻ, വോയിസ്, ഹിയറിംഗ്, കേൾവി, ശബ്ദം, ഇതിൻ്റെയൊക്കെ കാരകത്വം. ലോവർ നെക്ക്, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇതിൻ്റെയൊക്കെ കാരകത്വം ബുധനാണ്. ഇനി അടുത്ത് ഇതൊക്കെ നമുക്ക് എഴുതിയെടുത്ത് വായിച്ചാലേ നിൽക്കുള്ളൂ. ഓരോ പാപത്തിലും ബുധൻ നിന്നാലുള്ള ഒരു ഫലം പഠിക്കണം. നമ്മൾ സൂര്യനെ പഠിച്ചു, അതുപോലെ ചൊവ്വയ്ക്ക് 2-3 പഠിച്ചിട്ട് ബാക്കിയെല്ലാം സൂര്യൻ പറഞ്ഞ പോലെ പറയാൻ പഠിച്ചു. സൂര്യൻ എന്താണ് പഠിച്ചത് ഓർമ്മയുണ്ടോ? സൂര്യൻ ഓരോ പാപത്തിൽ നിന്നാൽ മേഷേ സസ്വതിമരനയന എന്ന് പഠിച്ചു. ചന്ദ്രനും മൂകോന്മത്ത ജലാന്തീരഭദ്ര പ്രേക്ഷ ശശാങ്കോദയം എന്ന് പഠിച്ചു. ചൊവ്വയ്ക്ക് ലഗ്നെ കുജേക്ഷതനു അർദ്ധനകെ കഥന്നു ധർമ്മേ അകവാൻ, ബാക്കിയുള്ളതെല്ലാം സൂര്യന് പറഞ്ഞ പോലെ പറയാൻ പഠിച്ചു. അതുപോലെ ഇനി ബുധന് എളുപ്പമാണ്, ഓരോ വാക്കിട്ടേ പറയുന്നുള്ളൂ. ബുധന് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്: വിദ്വാൻ, ധനി, പ്രബല, പണ്ഡിത, മന്ത്ര, അശത്രു, നർമ്മജ്ഞ, വിശ്രുത ഗുണ, പരതോ, അർക്കവർജ, 8 പറഞ്ഞിട്ട് ബാക്കി 4 സൂര്യന് പറഞ്ഞതുപോലെ പറയാനാണ് പറയുന്നത്. ആദ്യം പറയുന്നത് സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ വിദ്വാനായിരിക്കും, പക്ഷെ ബലവും കൂടി വേണം. ബലമില്ലെങ്കിൽ കുഴപ്പമാണ്. എപ്പോഴും ബലമാണ് പ്രധാനം. വിദ്വാൻ, സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ വിദ്വാനായിരിക്കും. വിദ്വാൻ, ധനി, 2 നിന്നാൽ ധനം ഉണ്ടാവും.
ഏത് രാശി, ഏത് ലഗ്നത്തിന് ബുധൻ 2-ൽ നിന്നാൽ നല്ല ധനം ഉണ്ടാകും എന്ന് പറയാൻ പറ്റുമോ? ഒരൊറ്റ ലഗ്നത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരും. ഏത് ലഗ്നത്തിന് ബുധൻ 2-ൽ നിന്നാൽ ധനം ഉണ്ടാവും? ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതൽ. ചിങ്ങത്തില്. ചിങ്ങം. വെരി ഗുഡ്. അടി കറക്റ്റ്. അതിന്റെ പ്രത്യേകത മനസ്സിലായ? ഒന്ന്, ബുധൻ ഉച്ചം. രണ്ടാമത്തെ കാര്യം 11-ാം ഭാവപതി ബുധനാണ്. 2ഉം 11ഉം കൊണ്ടാണ് ധനത്തിനെ ചിന്തിക്കേണ്ടത്. വേറെ ഒരു ഭാവത്തിനും ഇതുപോലെ വരില്ല. വേറെ വരും. 2ഉം 11ഉം കുംഭലഗ്നത്തിന് 2ഉം 11ഉം വ്യാഴം വരും. 2ഉം 11ഉം വ്യാഴം വരും. പക്ഷെ ഇവിടെ ധനി എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ധനം കിട്ടണമെങ്കിൽ 2-ല് ബുധൻ വന്നാൽ ധനം വരണമെങ്കിൽ ഇതൊക്കെ ബാക്കിയൊക്കെ നമ്മൾ ആലോചിച്ചോളണം. ഇതിനു മുമ്പ് പഠിക്കുന്നത് എല്ലാം കൂടി കണക്ട് ചെയ്ത് പഠിക്കണം. ബുധൻ 2-ല് വരികയും ആ ബുധൻ ഉച്ച സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. കന്നിയാകുമ്പോൾ ഉച്ചം. ചിങ്ങ ലഗ്നത്തിന് 2-ല് ബുധൻ വരുന്നത് ഉച്ചസ്ഥാനം. അത് 11ന്റെ അധിപതിയും കൂടിയാണ്. 2ഉം 11ഉമാണ് നമ്മൾ ധനത്തിനെ ചിന്തിക്കാറുള്ളത്. അപ്പൊ 2ഉം 11ഉം ഭാവപതി ഉച്ചം ഭവിച്ച് 2-ല് തന്നെ വരുമ്പോൾ ധനം ഉണ്ടാവുമെന്ന് കേൾക്കണ്ട. ഇരിക്കുന്നിടത്ത് വന്ന് ചേരും ധനം. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അതേസമയം കുംഭലഗ്നത്തിന് 2-ല് ശനി നിന്നാൽ എങ്ങനെ ഇരിക്കും? 2-ല് ബുധൻ നിന്നാൽ എങ്ങനെ ഇരിക്കും? കുംഭലഗ്നത്തിന് നീചമല്ലേ സർ? നീചം പോയിട്ട് അഷ്ടമാധിപതിയും കൂടിയാണ്. നീചം മാത്രമല്ല, ബുധൻ അഷ്ടമാധിപത്യ ദോഷവും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ 2-ല് ബുധൻ നിന്നാൽ ധനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തെന്ന് ചോദിക്കരുത്. ബലവും കൂടി വേണം. അപ്പോൾ ആദ്യം ലഗ്നത്തിൽ ബുധൻ നിന്നാൽ വിദ്വാനായിരിക്കും. അത് കന്നി ലഗ്നവും ലഗ്നത്തിൽ ബുധൻ നിന്നാൽ വിദ്വാനായിരിക്കും. മിഥുന ലഗ്നവും ലഗ്നത്തിൽ ബുധൻ നിന്നാൽ വിദ്വാനായിരിക്കും. അല്ലാതെ വേറെയും വരാം. വേറെയും ലഗ്നങ്ങൾ വരാം. ബുധന് യോഗകാരകനായിരുന്നാൽ മതി. വിദ്വാൻ. അത് 2-ല് ധനി, പ്രബല. 3-ല് പ്രബലനായിരിക്കും. പ്രബലത്വം ഉണ്ടാവും. പ്രബല, പണ്ഡിത. 4-ൽ നിന്നാൽ പണ്ഡിതനായിരിക്കും. 4-ൽ പണ്ഡിത. മന്ത്രി. 5-ൽ നിന്നാൽ മന്ത്രിയാകും. മന്ത്രി എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ മിനിസ്റ്ററുടെ PA ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ സ്റ്റെനോ ആയിട്ടിരിക്കുകയോ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആയിരുന്നാലും മതി. മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി തന്നെ ആകണമെന്നുള്ള നിർബന്ധമല്ല. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് CA ആയിരുന്നാലും മതി. ബുധൻ അതിന്റെ കാരകത്വമുണ്ട്. ബുധൻ ഒന്ന് മീഡിയേറ്റർ ആണ്. അത് നമുക്ക് അടുത്തതിൽ പഠിക്കാം. ബുധൻ ദൂതനാണ്. ദൂതപ്രവർത്തി ചെയ്യുന്ന ജോലികളൊക്കെ ബുധനാണ്. മെസഞ്ചർ പ്ലാനറ്റ്. ഇതിനെടുത്ത് അവിടെ കൊടുക്കുക, അതിനെടുത്ത് ഇവിടെ കൊടുക്കുക. നാരദന്റെ ജോലിയൊക്കെ ചെയ്യുന്ന ജോലി ബുധനാണ്. അതാണ് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യനിർവഹണം എന്നർത്ഥം. കാര്യനിർവഹണം നടത്തുക, നയപരമായിട്ട് കാര്യം നിർവഹിച്ചു പോവുക എന്നർത്ഥം. ബുധന് നല്ല ബലമുള്ളവരൊക്കെ ഇങ്ങനെയുള്ള ജോലിക്ക് CA ആയിട്ടൊക്കെ ജോലി കിട്ടിയാൽ നന്നായി ഷൈൻ ചെയ്യും. മന്ത്രിമാരുടെയും MLA മാരുടെയും PA ആയിട്ടൊക്കെ ജോലി കിട്ടുക, നന്നായി ഷൈൻ ചെയ്യാൻ കഴിയും. അവിടെ ലഗ്നത്തിൽ നിന്നാൽ വിദ്വാൻ, 2-ല് ധനി, 3-ല് പ്രബല, 4 പണ്ഡിത, 5 മന്ത്രി, 6-ല് അശത്രു. ശത്രുക്കൾ ഇല്ലാതിരിക്കും. ശുഭഗ്രഹങ്ങൾ 6-ൽ നിന്നാൽ ശത്രുക്കൾ ഉണ്ടാവില്ല. പാപം നിന്നാലേ ശത്രുക്കൾ ഉണ്ടാവുള്ളൂ. അശത്രു. നർമ്മജ്ഞ. അത് മറക്കരുത്. നർമ്മജ്ഞ. ബുധന്റെ സ്വഭാവമേ നർമ്മ സ്വഭാവമാണ്. 7-ൽ നിന്നാൽ നർമ്മജ്ഞൻ. നർമ്മജ്ഞ എന്ന് വെച്ചാൽ എന്തോന്നു, നല്ല വാചകം ഓടിക്കുക, വാചക കസർത്തിന്റെ ആളാണ്. 8-ൽ നിന്നാൽ നല്ല ഫലമാണ് പറയുന്നത്. വിശ്രുത ഗുണ. നല്ല പ്രസിദ്ധമായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് 8-ൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ. പ്രസിദ്ധമായ ഗുണങ്ങളൊക്കെ, നല്ല നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കിയെല്ലാം സൂര്യന് പറഞ്ഞതുപോലെ പറയുക. സൂര്യന് പറഞ്ഞത് എന്തൊക്കെയാണ്? 9-ൽ സൂര്യൻ നിന്നാലുള്ള ഫലം ഇവിടെയും 9-ന് പറയണം. 10-ൽ സൂര്യൻ നിന്നാലുള്ള ഫലം ഇവിടെയും 10-ൽ പറയണം. 11-ൽ സൂര്യൻ നിന്നാലുള്ള ഫലം ഇവിടെയും പറയണം. ധർമ്മേ സുത അർത്ഥ സുതവാക് ശ്രുത ശൗര്യപാക്യേ ലാഭേ പ്രഭുധനവൻ പതിതസ്തുരിവേ. അത് നോക്കിക്കൊണ്ടാൽ എത്ര തന്നെ അതുപോലെ പറയണം. അപ്പോൾ ബുധൻ ലഗ്നത്തിൽ നിന്നാൽ വിദ്വാൻ, 2-ൽ നിന്നാൽ ധനി, 3-ൽ നിന്നാൽ പ്രബലൻ, 4-ൽ നിന്നാൽ പണ്ഡിതൻ, 5-ൽ നിന്നാൽ മന്ത്രിയാകും, 6-ൽ നിന്നാൽ ശത്രുക്കൾ ഇല്ലാതിരിക്കും, 7-ൽ നിന്നാൽ
എന്തോന്ന് നർമ്മജ്ഞനായിരിക്കും. നർമ്മം നിറഞ്ഞ സംസാരങ്ങളും വാചക കസർത്തും ഒക്കെ ഉള്ള ആളായിരിക്കും. 8-ൽ നിന്നാൽ പല പല നല്ല ഗുണങ്ങളും ഉണ്ടാവും. വിശ്രുത ഗുണ, ബാക്കിയെല്ലാം സൂര്യന് പറഞ്ഞതുപോലെ പറയുക. അപ്പോൾ നമ്മളിപ്പോ പഠിച്ചത് നമ്മുടെ ബുധനെ കൊണ്ടുണ്ടാകുന്ന, ബുധന് ബലം കുറഞ്ഞു വന്നാലാണ് ഈ അസുഖങ്ങൾ പറയേണ്ടത്. ബുധന് ബലമുണ്ടെങ്കിൽ അസുഖങ്ങളൊന്നും വന്നിരുന്നാലും അത് വലുതായിട്ട് ബാധിക്കില്ല. അസുഖം വരും, വരാതൊന്നും ഇരിക്കില്ല, പക്ഷെ വലുതായിട്ട് ബാധിക്കില്ല. ബുധന് കടുത്ത മൗഢ്യം ഉണ്ടെങ്കിലോ നല്ല പാപബന്ധമുണ്ട്, ശത്രുക്ഷേത്രത്തിലൊക്കെ നിന്നാലേ കൂടുതൽ ബാധിക്കുള്ളൂ. സെൻട്രൽ ന്യൂറോ സിസ്റ്റത്തിന്റെ ആള് ബുധനാണ്. സെൻട്രൽ ന്യൂറോ സിസ്റ്റം, ന്യൂറോ വീക്ക്നെസ് എല്ലാം ബുധനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പാരാലിസിസ് ബുധനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ട്രോക്ക് ആസ് എ ഫോം ഓഫ് ഇഞ്ചുറി ടു ദി ബ്രെയിൻ, സ്ട്രോക്ക് ബുധനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതെല്ലാം ബുധന്റെ ജോലികളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തോന്നു, ത്വക്കിന്റെ കാരകത്വം ബുധനാണ്. പിന്നെ വോയിസ്, കേൾക്കുക, അബ്ഡോമൻ അടിവയറ്, നെർവ്, പിന്നെ ലോവർ നെക്ക്, നെക്ക് എന്ന് വെച്ചാൽ കഴുത്ത്, കൈകള്, കഴുത്ത്, തോള്, കഴുത്ത്, കൈ, ഇതൊക്കെ ബുധനായിട്ട്. ബുധന് ബലമില്ലാതൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബുധന്റെ സമയം വരുമ്പോൾ ഇതിനൊക്കെ ഈ ഭാഗത്തൊക്കെ അസുഖം വരാമെന്നർത്ഥം. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇതൊക്കെ ബുധനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ബുധന് ഓരോ ഭാവത്തിലും ബുധൻ നിന്നുള്ള ഫലം. ലഗ്നത്തിൽ ബുധൻ എന്നാൽ വിദ്വാൻ, അത് അത്രയും കാണാതെ പഠിക്കണം. വിദ്വാൻ, ധനി, പ്രബല, പണ്ഡിത, മന്ത്രി, അശത്രു, നർമ്മജ്ഞ, വിശ്രുത ഗുണ. ഇല്ല, പറഞ്ഞുതരാം. വിദ്വാൻ, ധനി, പ്രബല, പണ്ഡിത, മന്ത്രിയ, അശത്രു, നർമ്മജ്ഞ, വിശ്രുത ഗുണ. പരതോ അർക്കവർഗീയ, ബാക്കിയെല്ലാം സൂര്യന് പറഞ്ഞതുപോലെ പറയുക. ഇത്രയും ഒന്ന് എഴുതാം. എഴുതിയിട്ട് അടുത്ത സെക്ഷൻ നോക്കാം. 18-ാം അധ്യായത്തിൽ എത്രാമത്തെയാ സാർ? 18-ാം അധ്യായത്തിൽ ബുധൻ വരുന്ന സ്ഥലത്ത് 18-ാം അധ്യായത്തിൽ 6. വിദ്വാൻ, സുവാക്യ, കൃപണ, സുഖി, ധീമാൻ, അത് ഗുരുവിന്. വിദ്വാൻ, ധനി, പ്രബല, പണ്ഡിത, മന്ത്രി, അശത്രു, നർമ്മജ്ഞ, വിശ്രുത ഗുണ എന്ന് പറഞ്ഞിട്ട് 6 അവസാനത്തെ 2 ലൈന്. 18 രണ്ടാമത്തെ അവസാനത്തെ 2 ലൈൻ. അത് ഓരോ ഗ്രഹത്തിനും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടങ്ങ് പോകുന്നു. നമ്മൾ ഇന്നത്തെ കാലത്തെ പോലെ ഒരു ഹെഡിങ് ഇട്ട് ഒരു ഗ്രഹത്തിനെ കുറിച്ച് പഠിച്ച് ഒരു ലൈനും കൊടുത്ത് ഒരു ഹെഡിങ് കൊടുത്ത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ രാമായണം എഴുതുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ രാമായണമൊക്കെ ഇങ്ങനെ നീട്ടി എഴുതിക്കൊണ്ടേ പോകുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റൈലിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതാണ് ഘോര കഷ്ടമെന്ന് പറയുന്നത്. സൂര്യനെ കുറിച്ച് ഒരുമിച്ച് പറയൂല, ചന്ദ്രനെ കുറിച്ച് ഒരുമിച്ച് പറയൂല, ചൊവ്വയെ കുറിച്ച് ഒരുമിച്ച് പറയൂല. ഒരു വാക്ക് സൂര്യന് പറയും, അടുത്ത വാക്ക് ചന്ദ്രന് പറയും, മൂന്നാമത്തെ വാക്ക് ചൊവ്വയ്ക്ക് പറയും. അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും പറയുന്നത്. ചില ചാപ്റ്റർ ഗ്രഹവൈസിൽ പറയുന്നുണ്ട്. ഇപ്പം 16-ാമത്തെ ചാപ്റ്ററൊക്കെ ഗ്രഹവൈസിൽ പറയുന്നുണ്ട്. അത് ഒരിക്കൽ നമ്മൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മനസ്സിലായിക്കൊള്ളും. രോഗങ്ങൾ. ബുധന് ബലമില്ലാതിരുന്നാൽ താഴെ പറയുന്ന രോഗങ്ങൾ ഉണ്ടാകാൻ ഇടവരും. ന്യൂറോ വീക്ക്നെസ്, സ്ട്രോക്ക്, തലച്ചോറിൽ ഉണ്ടാകുന്ന മുറിവ്, തലച്ചോറിൽ ഉണ്ടാകുന്ന ഇഞ്ചുറി എന്ന് വെച്ചാൽ മുറിവ് തന്നെ, തലച്ചോറിന് ഉണ്ടാകുന്ന ക്ഷതം.
തലച്ചോറിന്റെ നെർവസ് സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ക്ഷതമാണ് ഇഞ്ചുറി ടു ദി ബ്രെയിൻ. അതാണ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. സ്ട്രോക്ക്, വാദം, കേൾവി, ശബ്ദം എന്നിവയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുണ്ടാകുന്ന രോഗങ്ങൾ, അടിവയറ്, ത്വക്ക്, കഴുത്ത്, കൈകള്, പ്രധാന നാഡീവ്യൂഹം, ഇവയിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ ബുധനെ കൊണ്ട് പറയാം. ഓരോ ഭാവത്തിലും ബുധൻ നിന്നാൽ ഉണ്ടാകുന്ന ഫലം. വിദ്വാൻ, ഓരോ വാക്കും പ്രത്യേകിച്ച് എഴുതണം. വിദ്വാൻ, മുകളിൽ 1 എന്നിട്ട് എഴുതണം. മുകളിൽ 1. ധനി, മുകളിൽ 2 എന്നിടണം. ധനി. പ്രബല 3 എന്നിടണം. പ്രബലയുടെ മുകളിൽ 3 എന്നിടണം. പണ്ഡിത 4 എന്നിടണം. പണ്ഡിതാശത്രു എന്ന് കിടപ്പുണ്ട്. അശത്രു. പണ്ഡിത 4, പ്രബല 3, പണ്ഡിത, മന്ത്രി എന്നിട്ട് 5 ഇടണം. മന്ത്രി, അശത്രു 6. മന്ത്രി എന്നിട്ട് 5, അശത്രു 6. ഇനി അടുത്ത വരി. നർമ്മജ്ഞ 7. വിശ്രുത ഗുണ 8. അത്രയും മതി. എന്തിന് സംഖ്യയിട്ട് എന്നുള്ള മനസ്സിലായല്ലോ. ഓരോ ഭാവത്തിലും നിന്നാലുള്ള ഫലം. 1-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിദ്വാൻ, 2-ൽ നിന്നാൽ ധനി, 3-ൽ നിന്നാൽ പ്രബലൻ, 4-ൽ നിന്നാൽ പണ്ഡിതൻ, 5-ൽ നിന്നാൽ മന്ത്രി, 6-ൽ നിന്നാൽ ശത്രുക്കളെ ജയിക്കുന്നവൻ അല്ലെങ്കിൽ ശത്രുക്കളില്ലാത്തവൻ, 6-ൽ നിന്നാൽ ശത്രുക്കളെ ജയിക്കുന്നവൻ, 7-ൽ നിന്നാൽ നർമ്മജ്ഞൻ, 8-ൽ നിന്നാൽ വിശ്രുത ഗുണം. ലഗ്നത്തിൽ ബുധൻ നിന്നാൽ വിദ്വാനായും 2-ൽ നിന്നാൽ ധനവാനായും 3-ൽ നിന്നാൽ പ്രബലനായും 4-ൽ നിന്നാൽ പണ്ഡിതനായും 5-ൽ നിന്നാൽ മന്ത്രിയായും 6-ൽ നിന്നാൽ ശത്രുക്കളില്ലാത്തവനായും 5-ൽ നിന്നാൽ മന്ത്രിയായും 6-ൽ നിന്നാൽ ശത്രുക്കളില്ലാത്തവനായും
ഏഴിൽ നിന്നാൽ നർമ്മ സ്വഭാവം ഉള്ളവനായും എട്ടിൽ നിന്നാൽ പ്രസിദ്ധമായ പല ഗുണങ്ങളും ഉള്ളവനായും ഭവിക്കും. 9, 10, 11, 12 ഭാവങ്ങൾക്ക് 9, 10, 11, 12 9, 10, 11, 12 ഭാവങ്ങൾക്ക് സൂര്യന് പറഞ്ഞതുപോലെ പറയണം. ശരി, ഇവിടെയൊക്കെ ബുധന്റെ ബലവും കൂടി കണക്കാക്കിക്കൊള്ളണം. ഇവിടെയൊക്കെ ബുധന്റെ ബലവും കൂടെ കണക്കാക്കി വേണം ഫലം പറയാൻ. ബുധന്റെ ബലം കൂടി കണക്കാക്കി വേണം ഫലം പറയാൻ. ശരി, അടുത്തിനി നമ്മൾ ഇതെല്ലാം പഠിച്ചല്ലോ. ഇതൊക്കെ പഠിക്കുന്നതൊക്കെ എങ്ങനെയൊക്കെ? ഇപ്പൊ 7 ബുധൻ നിന്നാൽ എന്താണ് പഠിച്ചത്? 7 ബുധൻ നിന്നാൽ എന്തെന്ന് പഠിച്ചു? നർമ്മരസമുള്ള സംസാരം സംസാരിക്കും. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. ഇതിലത്ത് പറയുന്ന ഇത്രയും മാത്രമേ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. 7-ാം ഭാവം കൊണ്ട് പ്രധാനമായിട്ട് എന്ത് ചിന്തിക്കും? നമ്മള് സാധാരണയായിട്ട് നമ്മളൊക്കെ ചെറിയ ജോലി ബിസിനസ്. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കേട്ടില്ല, ബുധൻ 7 നിൽക്കുക നല്ലതല്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ? പുത്രകാരകനല്ലേ സാർ? ബുധൻ പുത്രകാരകനല്ലേ? ഏത് പുത്രകാരകനല്ലേ? പുത്രകാരകനാ അല്ലേ? നോക്കണം. ബുധനും ശനിയും കൂടെ വന്നാൽ ഷണ്ടത്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ. ബുധൻ 7 നിൽക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നതിന് എന്തൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എവിടെ പറയുന്നു എന്നുള്ള ഒരു ക്ലൂ കൂടി കിട്ടിയാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇന്ന ബുക്കില് നമ്മൾ ആദരിക്കേറ്റതായിട്ടുള്ള ഒരു ബുക്കിൽ ഇന്നിടത്ത് പറയുന്നു എന്ന് കൂടി പറഞ്ഞു കഴിയുമ്പോൾ പോരെയോ, അല്ലെങ്കിൽ ജാതകാദേശമോ പിന്നെ സ്ഥലഭൂമിയോ ആരാവലിയോ ഇതുപോലുള്ളൊരു ബുക്കിൽ പ്രശ്നമാർഗത്തിലോ എവിടെയെങ്കിലും പറയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം. അത് നമ്മളത് നോട്ട് ചെയ്തിരുന്നാൽ നമുക്ക് അത് ധൈര്യമായിട്ട് വിശ്വസിക്കാം. പിന്നെ ആരുടെയും ചോദിക്കേണ്ട ആവശ്യമില്ല. ബുധൻ 7 നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. ബലമില്ലാതെ 7 നിൽക്കരുത്. ബലമില്ലാതെ എന്ന് പറഞ്ഞാൽ നീചം ഭവിച്ചോ ശത്രുക്ഷേത്രത്തിലോ 7 വരരുത്. ഇപ്പൊ നീചം ഭവിച്ച് 7 വരണമെങ്കിൽ ഏത് ലഗ്നം? ലഗ്നത്തിന് 7 ബുധൻ. നിങ്ങൾ എല്ലാവരും ചോദിക്കുമല്ലോ, കന്നി ലഗ്നത്തിന് അതെങ്ങനെ പറയണം? സൗമ്യേ, ഇതാണ് ശ്ലോകം. സൗമ്യേ നീചാരാരിപേ സപ്തമസ്തേ ഭാര്യ ദുഷ്ട ജാരിണി വൈശികി എന്നാണ് ജാതകാദേശം പറയുന്നത്. ജാതകാദേശം നല്ല ബുക്കാണ്. സൗമ്യേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ നീചാരാരിപേ, നീചത്തിലോ അരിപേ, അരി എന്ന് വെച്ചാൽ ശത്രു, നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ മ്യൂട്ട് ചെയ്യണം. അതെ, ഇപ്പൊ മ്യൂട്ടായി. ബുധൻ നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ വരികയും അത് 7-ാം ഭാവമാവുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ ഭാര്യ ദുഷ്ട എന്ന് വെച്ചാൽ ഭർത്താവിനെ ചതിക്കുക, സ്വഭാവ ദൂഷ്യം. ജാരിണി, ജാരസന്തതി. വൈശികി, അതും ആദ്യത്തെ അർത്ഥം തന്നെ.
ആയിരിക്കുമെന്നാണ്. ഭാര്യയ്ക്കെങ്കിൽ ഭാര്യയ്ക്ക്, ഭർത്താവിനെങ്കിൽ ഭർത്താവിന് പറയണം, സ്ത്രീക്കാണെങ്കിൽ പുരുഷനെ പറയണം, പുരുഷനാണെങ്കിൽ സ്ത്രീക്ക് പറയണം. അപ്പോൾ അങ്ങനെ ബലമുണ്ടെങ്കിൽ ഒന്നും ചെയ്യില്ല. ബന്ധുക്ഷേത്രത്തിലോ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ നിന്നാൽ കയറി വന്നാൽ കുഴപ്പമില്ല. ശത്രുക്ഷേത്രം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ചൊവ്വയുടെ ക്ഷേത്രം. ചൊവ്വയുടെ ക്ഷേത്രത്തിലോ ശനിയുടെ ക്ഷേത്രത്തിൽ നിന്നാലും നല്ലതല്ല. ശനിയുടെ ക്ഷേത്രവും നല്ലതല്ല. ശനി ബന്ധുക്ഷേത്രം തന്നെ, പക്ഷെ ശനിയുടെ ക്ഷേത്രത്തിൽ ബുധന് നല്ല ഫലമല്ല പറയുന്നത്. നീച ക്ഷേത്രത്തിലോ ശത്രുക്ഷേത്രം, വ്യാഴത്തിന്റെ ക്ഷേത്രമൊന്നും നല്ലതല്ല. വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലോ ശനിയുടെ ക്ഷേത്രത്തിലോ ചൊവ്വയുടെ ക്ഷേത്രത്തിലോ ഒക്കെ 7ാം ഭാവത്തില് ബുധൻ വന്നാൽ ഭാര്യ ദുഷ്ട, ജാരിണി, വൈശികി എന്നൊക്കെയാണ് പറയുന്നത്. സൗമ്യേ നീചാരാരിപേ സപ്തമസ്തേ, സൗമ്യേ നീചാരാരിപേ സപ്തമസ്തേ, ഭാര്യ, അവന്റെ ഭാര്യ, അങ്ങനെ ഉള്ളവന്റെ ഭാര്യ എന്ന് വെച്ചാൽ പുരുഷ ജാതകമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്ത്രീ ജാതകത്തിനും ഉപയോഗിച്ചാൽ തെറ്റില്ല. ഭാര്യ ദുഷ്ട, ജാരിണി, വൈശികി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കന്നി ലഗ്നത്തിന് 7ല് ബുധൻ നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപതി അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളെല്ലാം ചോദിക്കുമല്ല, ലഗ്നാധിപതി എവിടെ നിന്നാലും നല്ലത് ചെയ്യുമെന്ന്. ബലം കുറഞ്ഞ് വശമില്ല നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കുഴപ്പം തന്നെയാണ്. അത് ലഗ്നാധിപതി ആയാലും ശരി തന്നെ, 7ാം ഭാവാവധി ആയാലും ശരി തന്നെ, വശമില്ല നിന്ന് കഴിച്ചാൽ കുഴപ്പം തന്നെയാണ്. സാർ ഇത് ഏത് ഗ്രന്ഥത്തിലായിരുന്നു പറയുന്നത്? ജാതക ആദേശത്തിലെ 13ാമത്തെ ചാപ്റ്ററിൽ 6ഓ 7ഓ ഒക്കെ വരും. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ എടുത്തു തരാം. എനിക്ക് കറക്റ്റ് നമ്പർ പറയാൻ അറിയില്ല. ചാപ്റ്റർ 13 അതിൽ 6ലോ 7ലോ വരും. വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം. ബുക്ക് ഇതാ കൈ എത്തത്തക്ക രൂപത്തിലിരിക്കുകയാണ്. ചാരഫല 11ാം അധ്യായം, ദശാഫല പ്രകരണം, ഭാര്യാവിചാര പ്രകരണം. സാർ പുസ്തകത്തിന് ബൈൻഡ് ഒന്ന് കാണിച്ചു തരണേ സാർ. 4ാമത്തെ പ്രമാണം. ശുക്രേ ധീ ധർമ്മ അസ്തക ഭാനുയുക്ത ഭൗമാട്യ പ്രധാന വൈകല്യമാകൂ സൗമ്യേ നീചാരാധിപേ നടപ്പുണ്ട്. നീചാരാരിപയാണ്. സപ്തമസ്തേ ഭാര്യ ദുഷ്ട, ജാരിണി, വൈശികി, വാ നോക്കിയിട്ടുണ്ട്. 4ല് മൂന്നാമത്തെ 4ാമത്തെ ലൈൻ 4, 13ല് 4ലെ 2ാമത്തെ പാർട്ട്. ഇങ്ങനെയാണ് വേണ്ടല്ല. ബുധൻ 7ല് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യൂല. ഇനി ബുധനും ശനിയും കൂടി 7ല് നിന്നാൽ എന്താണ് പറയാറുള്ളത്? ദ്വിഗ്രഹ യോഗത്തിൽ പറയുന്ന 2 പറയുന്നത്, കോരയിലെ 2 സ്ഥലത്ത് പറയുന്നത്. ദ്വിഗ്രഹ യോഗം 14ാമത്തെ ചാപ്റ്ററില് 14ാമത്തെ ചാപ്റ്ററാണ് ദ്വിഗ്രഹ യോഗം. 14ാമത്തെ ചാപ്റ്റർ. അതില് മൃദുന മായാപടുല്ലംഘ എന്നാണ് പറയുന്നത്. മൃദുന മായാപടുല്ലംഘ, പരവഞ്ചന ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബുധനും ശനിയും കൂടി ഒരുമിച്ച് നിന്നാൽ, അത് ഇന്ന രാശി എന്ന് പറയുന്നില്ല, ബുധനും ശനിയും കൂടി ഒരുമിക്കുന്നത് മായാപ്പടു, പരവഞ്ചന ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബുധനും ശനിയും കൂടി ഒരുമിച്ചാൽ രണ്ടും പിന്നെ എന്തോന്ന് ഗ്രഹങ്ങള്, നപുംസക ഗ്രഹങ്ങളാണ് 2. ഇനി ബുധനും ശനിയും കൂടി ചേർന്ന് 7ൽ പറയുന്നു. ബുധനും ശനിയും കൂടി ചേർന്ന് 7ൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ആർക്കെങ്കിലും അറിയാമോ? ഇനി മുമ്പുള്ള ക്ലാസ്സുകൾ ഇരുന്നിട്ടുള്ളവരുണ്ടല്ല. ഷണ്ണത്വമല്ല സാർ? ഷണ്ണത്വം ഒരാൾ നേരത്തെ പറഞ്ഞു. അതിന് കറക്റ്റ് വേർഡിങ്സ് വരണം. ക്ലീബോ അസ്തേ ബുധമന്നയോ. ബുധനും ശനിയും കൂടി 7 നിന്നാൽ ക്ലീബൻ എന്ന് വെച്ചാൽ പല അർത്ഥവും വരാം. ഒരു കാര്യം ഉറപ്പാണ്, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് 7 നിൽക്കണമെങ്കിൽ ആ ജാതകത്തിനെ എടുക്കാതിരിക്കുന്ന നല്ലത്. നമ്മൾ എടുക്കാൻ പോകരുത്. റിസ്ക് ആണ്, ഹൈലി റിസ്ക് ആണ്. ക്ലീബൻ എന്ന് പറഞ്ഞാൽ ഷണ്ണത്വം എന്ന് പറയാം. അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളെയൊക്കെ നോക്കാതെ അലഞ്ഞു നടക്കുക. എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും.
ഒന്നുകിൽ കുടുംബത്തിനൊക്കെ നോക്കാതെ ഇറങ്ങി നടക്കണവനായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഷണ്ണത്വം ഉണ്ടാവും. അതും അല്ലെങ്കിൽ ഒരുമാതിരി അലഞ്ഞു പറക്കി ഒരുമാതിരി ഒരു 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 കുടുംബത്തിൽ കൊണ്ട് കയറ്റാൻ കഴിയാത്ത രീതിയിലിരിക്കും. അതാണായാലും ശരി പെണ്ണായാലും ശരി നല്ലതേ അല്ല. പിന്നെ ഇവർക്ക് ബലവും കൂടി ഇല്ലെങ്കിൽ തീർന്നു. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കീ പോയിന്റുകൾ. ഇതൊക്കെയാണ് ഇത് എവിടെ കിടക്കണമെന്നുള്ള അറിയണം. ഇപ്പൊ പറഞ്ഞത് 22-ല് 8-ല് രണ്ടാമത്തെ വരി, ഓരയില് 22-8-ല് രണ്ടാമത്തെ വരി. ഇപ്പൊ നോക്കണ്ട, രണ്ടാമത് നോക്കേണ്ടത് വേറെ തെറ്റൊന്നും വരില്ല. കറക്റ്റാ പറയുന്നത്. ശൂന്യേ കാ പുരുഷോ അബലെ അസ്തഭവനെ സൗമ്യ ഗ്രഹാവീക്ഷിതെ ചരഗ്രഹേ നിത്യ പ്രഭാസാന്യത ഉത്സൃഷ്ടാധരണോ ക്ലീബെ അസ്തസ്തേ ബുധമന്നയോ ഉത്സൃഷ്ടാധരണോ കുജേതു വിധവ ബാല്യ അക്ഷരാശിതേ കന്യേവ അശുഭവീക്ഷിത അൽകൃതനെ ദുനേ ജരാം ഗച്ഛതി. ഇതാണ് ശ്ലോകം, 4 വരി. ഇപ്പൊ നമ്മൾ പഠിച്ചത് ബുധൻ ബലഹീനനായിട്ട് 7 വരികയോ ശത്രുക്ഷേത്രമായി 7 വരികയോ ചെയ്താൽ ഭാര്യയുടെ സ്വഭാവ ദൂഷ്യം ഉണ്ടാകും എന്ന് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. സ്വഭാവ ദൂഷ്യം, ഭാര്യ ദുഷ്ട, ജാരിണി, വൈകിനി എന്ന് പറഞ്ഞാൽ സ്വഭാവ ദൂഷ്യം നല്ലതല്ല. നമ്മൾ ആ ഒരു പോയിന്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ബുധനും ശനിയും കൂടെ ഒരുമിച്ച് വരുന്നത് പരവഞ്ചനയുടെ ലക്ഷണമാണ്. മൃദുന മായാപ്പടുല്ലങ്ക. ബുധനും ശനിയും കൂടി ചേർന്ന് 7 വന്നാൽ ഓരയിലെ 22 ശ്രീജാതകത്തിൽ പറയുന്നത് ക്ലീബോ അസ്തസ്തേ ബുധമന്നയോ ഷണ്ണത്വം ഉണ്ടാവുകയോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ നടക്കുകയോ ചെയ്യുന്ന ആളായിരിക്കാം. ഇനി ഒരു രസത്തിന് വേണ്ടി ഞാൻ കേൾക്കുകയാണ്, വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളൊക്കെ പൊരുത്തം നോക്കുന്ന ആശാന്മാരാണല്ലോ. നമ്മളെല്ലാവരും 10-ന് 9 പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞ് കുറിച്ച് പറക്കി പാപസാമ്യം എണ്ണി തിട്ടപ്പെടുത്തി കേന്ദ്രത്തിൽ 4-ല് 5-ല് 7-ല് പാപം എന്നുള്ള എണ്ണി കൊടുക്കുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ. ഞാൻ എല്ലാവരെയും കൂടി ചേർത്ത് തന്നെ പറയുന്നത്, എന്നെയും കൂടി ചേർത്ത് തന്നെ പറയുന്നത്. പുരുഷ ജാതകത്തില് അല്ലെങ്കിൽ സ്ത്രീ ജാതകത്തില് ബുധനും ശനിയും കൂടി 7-ല് നിൽക്കുകയാണ്. മറ്റ് ജാതകത്തിൽ 7-ല് ശുക്രൻ നിൽക്കുകയാണെന്ന് കരുതുക. ശുക്രൻ എന്നാണ്, അല്ലെങ്കിൽ ശുക്രനും ചൊവ്വയും കൂടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ശുക്രനും ശനിയും കൂടെ നിൽക്കുകയാണ്. ശുക്രൻ 7 എന്നാൽ നമുക്ക് പഠിക്കാം, ഞാൻ അല്പം കൂടി കഴിയുമ്പോഴേ പഠിക്കാൻ പറ്റുള്ളൂ. ശുക്രൻ 7 എന്നാൽ ഭയങ്കര താല്പര്യമായിരിക്കും, കുടുംബജീവിതം, സെക്സിൽ ഭയങ്കര താല്പര്യമായിരിക്കും. ഒരു ജാതകത്തിൽ 7-ല് ശുക്രനും ചൊവ്വയും നിൽക്കുകയാണ്, മറ്റേതിൽ ശനിയും ബുധനും നിൽക്കുകയാണ്. എങ്ങനെയിരിക്കും? ഒരാൾക്ക് താല്പര്യം കാണും, ഒരാൾക്ക് താല്പര്യം കാണത്തില്ലെന്നാണ്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ടുപേരും കൂടി 2 പാത്രത്തിലാവും. അത്ര തന്നെ. ഇതൊക്കെയാണ് ചിലത് വലിച്ചെറിഞ്ഞിട്ട് വരണ കണ്ടില്ലേ പെൺകുട്ടികള്. എനിക്കവൻ ശരിയാവൂല എന്ന് വലിച്ചെറിഞ്ഞിട്ട് വെളിയിൽ പറയൂല. അല്ലെങ്കിൽ കുറെ കാലമൊക്കെ നിന്നിട്ട് വലിച്ചെറിഞ്ഞിട്ടൊക്കെ വരും, ശരിയാവൂല എന്ന് പറഞ്ഞിട്ട്. അത് നാടും വെളിയിൽ അറിയില്ല. ഹോരാശാസ്ത്രത്തിലെ സ്ത്രീജാതകത്തിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പൊരുത്തം നോക്കുക ചെയ്യരുത്. അത് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു തരും. ഓരോ ഗ്രഹവും പഠിക്കുമ്പോൾ അതിന്റെ രൂപത്തിലാക്കി പറഞ്ഞു തരും, വായിക്കണം. ഞാൻ പറഞ്ഞു വന്നത് ശുക്രൻ സ്മരനിപുണ സുഖവാംസ്തു വിലഗ്നെ പ്രിയകലകോ അസ്തഗതേ സുരദേപ്സു. പ്രിയകലകോ അസ്തഗതേ സുരദേപ്സു. സുരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ്വാലിറ്റി. ശുക്രൻ ലഗ്നത്തിലോ 7-ലോ വന്നാൽ സെക്സിൽ ഭയങ്കര താല്പര്യം ഉണ്ടാവും. കാണാനും നല്ല ഫെയറായിരിക്കും, കാണാനും ബോഡി ലാംഗ്വേജ് ഒക്കെ നന്നായിരിക്കും, നല്ല കാന്തിയുള്ള ശരീരമായിരിക്കും, കാണാൻ ഭംഗിയുണ്ടാവും. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സെക്സ് അല്ല, കുടുംബ ജീവിതത്തിനോടും ആഡംബര ജീവിതത്തിനോടും പിന്നെ വസ്ത്രം, അലങ്കാരം, ജുവൽസ്, ഗൃഹോപകരണങ്ങള്, വീട്, വാഹനം, ഇതിലൊക്കെ നല്ല താല്പര്യം ഉണ്ടാവും ശുക്രൻ ലഗ്നത്തിലോ 7-ലോ നിന്ന് കഴിഞ്ഞാൽ. ഈ ശനിയും ബുധനും കൂടി ചെന്ന് 7-ൽ നിന്ന് കഴിഞ്ഞാൽ തൊലഞ്ഞു. കുടുംബവും വേണ്ട, ഫലവും വേണ്ട. ഒന്നിൽ അങ്ങനെയും ഒന്നിൽ ഇങ്ങനെയും നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതൊക്കെയാണ് വായിച്ചറിഞ്ഞിരിക്കേണ്ടത്. ഇനി ബുധനും സൂര്യനും കൂടി ഒരുമിച്ചിരുന്നാൽ എങ്ങനെ പറയാം? ദ്വിഗ്രഹ യോഗത്തില് നല്ല യോഗമാണ് പറയുന്നത്. ബുധേന നിപുണം ദീ കീർത്തി സൗഖ്യാനിത. അതാണ് പറയുന്നത് നിപുണ യോഗം എന്ന് പറയുന്നത്. അതാണ് ആ നിപുണ യോഗം പറയുന്നത് കോരയിലെ 14-ാമത്തെ ചാപ്റ്ററില് 1-ാമത്തെ പ്രമാണത്തിലാണ് വരുന്നത്. ബുധനും സൂര്യനും കൂടി ഒരുമിച്ചാൽ ബുധേന നിപുണം, നിപുണത, ധീ എന്ന് വെച്ചാൽ ബുദ്ധി,
കീർത്തി സൗഖ്യാനിതം, സുഖം, സുഖകരമായ ജീവിതമായിരിക്കും ബുധനും സൂര്യനും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ. അപ്പോഴങ്ങനെയാണെങ്കിൽ ശനിയും ബുധനും കൂടി ഒരുമിച്ച് നിൽക്കുന്നത് ആകെ കുഴപ്പമെന്ന് പറഞ്ഞു. അപ്പോഴവരെങ്ങനെ ബന്ധുക്കളെന്ന് പറയാൻ പറ്റും? രണ്ടെണ്ണം ഒരുമിച്ച് നിന്നാൽ ആകെ കുഴപ്പം ചെയ്യുകയാണ്. പിന്നെ അവരെ ബന്ധുക്കളെന്ന് എങ്ങനെ പറയുന്നത്? നമ്മൾ എങ്ങനെ പറയും? അതേസമയം രവിയും ബുധനും ശത്രുക്കളും സമന്മാരും ഒക്കെയാണ്. ഒരു സൈഡ് ശത്രു, ഒരു സൈഡ് സമന്. പക്ഷെ അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ ബുധേന നിപുണം ദി കീർത്തി സൗഖ്യാനിത, നല്ല ഫലമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ശനിയും ബുധനും ബന്ധുക്കളാണ്, പക്ഷെ ഒരുമിച്ച് കൂട്ടുകൂടിയാൽ കുഴപ്പം. ബുധനും ശനിയും ഒരുമിച്ചാൽ തന്നെ പരവഞ്ചന എന്ന് പറയുന്നു. ഏത് ഭാവത്തിൽ നിന്നാലും പരവഞ്ചന എന്ന് പറയുന്നു. അത് 7 നിന്നാൽ ക്ലീബെ അസ്തസ്തേ ബുധമന്നയോ എന്ന് പറയുന്നു. ഇനി ബുധനും സൂര്യനും ഒരു സൈഡ് സമനാണ്, ഒരു സൈഡ് ശത്രുക്കളാണ്. പക്ഷെ അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ ബുധേന നിപുണം ദി കീർത്തി സൗഖ്യാനിത. ഇനി ബുധന്റെ രാശിയിൽ സൂര്യൻ നിന്നാൽ എന്താണ് ഫലം? ബുധന്റെ രാശിയിൽ സൂര്യൻ നിന്നാൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ മിഥുനകേ പാനു, നല്ല ഫലം. വിദ്യാ ജ്യോതിഷ വിത്തവാൻ മിഥുനകേ പാനു. കന്നിയിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ, കന്നി ബുധന്റെ രാശി നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഫലം? ലിപി ലേഖ്യ കാവ്യ ഗണിത ജ്ഞാനാന്യത സ്ത്രീ വപു. ലിപി ലേഖ്യ കാവ്യ ഗണിത ജ്ഞാനാന്യത സ്ത്രീ വപു, നല്ല ഫലമാണ് പറയുന്നത്. എങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാലും ബുധനും സൂര്യനും ശത്രുക്കൾ എന്ന് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. ഇങ്ങനെ തെളിവുകൾ നിരത്തി വയ്ക്കുക. ഓരയിന്, അത് വേറെ ഒരിടത്തിനുമല്ല, ഓരയിനാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ നിങ്ങളുടെ ശത്രു ക്ഷേത്രം അല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ മിണ്ടൂല്ല, അല്ലാതെ ഇരിക്കും. അതുപോലെ ശുക്രന്റെ ക്ഷേത്രത്തിൽ ശനിക്കും, ശനിയുടെ ക്ഷേത്രത്തിൽ ശുക്രനും നല്ല ഫലമല്ല പറയുന്നത്. അവർ ബന്ധുക്കളൊക്കെ തന്നെ. അവിടെ ബുധനും സൂര്യനും ഒരുമിച്ചാൽ ഭൗമേന, ഇങ്ങനെ പറഞ്ഞു, എന്താണ്, ബുധേന നിപുണം ദി കീർത്തി സൗഖ്യാനിതം. ഇനി ബുധനും ചന്ദ്രനും കൂടി ഒരുമിച്ചാൽ സജ്ഞ പ്രസൃത വാക്യം അർത്ഥ നിപുണം സൗഭാഗ്യ കീർത്തിയാന്വിതം. പ്രസൃത വാക്യം, നല്ല വിനയത്തോടു കൂടിയുള്ള വാക്ക്. വിനയത്തോടു കൂടിയുള്ള വാക്ക് ആരുടെ കാരകത്വം? വിനയം നിറഞ്ഞ വാക്ക് ആരുടെ കാരകത്വം? വായിച്ചിട്ടുണ്ട്. സുവാക്യ എന്നല്ല പറഞ്ഞല്ല. തനു വൃത്തതനു ബഹുവാദക പ്രാജ്ഞ മൃദുവാക്, അതാണ് വരുന്നത്. മൃദുവാക് സുഭദ്രക്ക് അവരുടെ ആ കാരകത്വത്തിനെ തന്നെ എടുത്തുകൂടെ പറഞ്ഞു. കുറെ വായിക്കുമ്പോൾ പിന്നെ ആരും പറഞ്ഞു തരണ്ട, ബുക്കിനെ തറയിൽ വയ്ക്കാതെ നമ്മൾ വായിക്കും. ബുക്കിനെ തറയിൽ വയ്ക്കാതെ വായിക്കാൻ തോന്നും. കാരണം ഈ കാരകത്വം അവിടെ പറയുന്നതിനെ തന്നെ തിരിച്ചും മറിച്ചും പറയുന്നത്. സജ്ഞപ്രസൃത വാക്യം അർത്ഥനിപുണം സൗഭാഗ്യ കീർത്തിയാന്വിതം. സൗഭാഗ്യവും കീർത്തിയും, അവിടെയും സൗഭാഗ്യവും കീർത്തിയും വന്നു. സൂര്യനും ബുധനും പറഞ്ഞിടത്തും സൗഭാഗ്യവും കീർത്തിയും വന്നു. സൂര്യനും ബുധനും ചന്ദ്രനും പറഞ്ഞിടത്തും സൗഭാഗ്യവും കീർത്തിയും വന്നു. അപ്പോഴെല്ലാം ബുധന്റെ സ്വഭാവം എന്നർത്ഥം. രണ്ടിടവും വരുന്ന ബുധനല്ലേ. ബുധനും സൂര്യനും പറഞ്ഞിടത്ത് ബുധേന നിപുണം ദി കീർത്തി സൗഖ്യാന്വിതം. നിപുണം ദി കീർത്തി സൗഖ്യാന്വിതം ബുധനും സൂര്യനും. ബുധനും ചന്ദ്രനും പറഞ്ഞിടത്ത് പ്രസൃതവാക്യം അർത്ഥ നിപുണം സൗഭാഗ്യ കീർത്തിയാന്വിതം. ഇവിടെയും വേണം സൗഭാഗ്യവും കീർത്തിയും. അവിടെ സൂര്യനും ബുധനും പറഞ്ഞിടത്തും സൗഭാഗ്യവും കീർത്തിയും വന്നു. ചന്ദ്രനും ബുധനും പറഞ്ഞിടത്തും സൗഭാഗ്യവും കീർത്തിയും വന്നു. അപ്പോൾ സൗഭാഗ്യവും കീർത്തി ആരുടെ ജോലി? ബുധന്റെ ജോലി. രണ്ടിടവും വന്നല്ല. രണ്ടിടവും വന്ന ഗ്രഹം ബുധൻ. ഇനി ബുധനും ചൊവ്വയും കൂടി ഒരുമിച്ചാലോ? മൂലാദി സ്നേഹകൂടെ വ്യവഹരതി പണി ഭാഗ്യോദ്ദാസ സൗമ്യേ. മൂലാദി സ്നേഹകൂടെ വ്യവഹരതി പണി ഭാഗ്യോദ്ദാസ സൗമ്യേ. ഇത് പഠിക്കാൻ എത്ര ജോലിയുണ്ട്. മൂലാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് വർഗങ്ങള്, വേരുകള്, മരുന്ന് വർഗങ്ങൾ. ഈ മൂലാദി
സ്നേഹം എന്ന് വെച്ചാൽ എണ്ണ, നെയ്യ്, മരുന്ന് വർഗം, എണ്ണ, നെയ്യൊക്കെ വിൽക്കുന്ന സ്വഭാവം എന്ന് വെച്ചാൽ ആയുർവേദ ഡോക്ടർ എന്നർത്ഥം. പഴയ കാലത്ത് ആയുർവേദമേ ഉള്ളൂ. മൂലാദി സ്നേഹ കൂടയിർ വ്യവകരതി വണികം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിൽപ്പന നടത്തുക, വിൽക്കുക. ഇതൊക്കെ കരച്ചേലയ്ക്ക് വിൽക്കുക, അല്ലെങ്കിൽ ആയുർവേദ ജോലി ചെയ്യുക. ബാഹുയോദ്ധ എന്ന് വെച്ചാൽ എന്താണ്? ഇന്നത്തെ കാലത്ത് കളരി, മർമ്മവിദ്യ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മിലിറ്ററി, പോലീസ്, ഇതെല്ലാം വരാം. കരാട്ടെ, കുങ്ഫു, ഇതെല്ലാം വരാം. ഇതൊക്കെ അതിൻ്റെ വകഭേദങ്ങളാണ്. പഴയ കാലത്ത് യോദ്ധ എന്ന് പറയുന്നതിൻ്റെ വകഭേദമാണ് ഇതൊക്കെ. ഇതിലൊക്കെ ഇതുമായിട്ട് ബന്ധം വരാം. ഇതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു നോക്കണം. ഇവിടെ ഇങ്ങനെ ഈ ചൊവ്വയായിട്ട് ബന്ധം വന്നപ്പോഴും, ബുധന് ചൊവ്വയായിട്ട് ബന്ധം വന്നപ്പോൾ, ഇപ്പൊ സൂര്യനും ബുധനുമായിട്ട് പറഞ്ഞതും സൂര്യനും ചന്ദ്രനുമായിട്ട് പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായാണ് ചൊവ്വയായിട്ട് വന്നത്. അതിന് കാര്യം എന്ത്? ചൊവ്വ കായിക ശേഷിയുടെ ആളാണ്, മിലിറ്ററി പോലീസിന്റെ ഒക്കെ ആളാണ്. അപ്പോൾ സ്വഭാവം മാറി. അത് പോയിട്ട് മിഥുനം രാശിയുടെ സ്വഭാവം, മിഥുന രാശിയുടെ സ്വരൂപം എന്താണ് പറഞ്ഞു നോക്കണം. മിഥുനിപ്പോ ഓടം പഠിക്കാൻ പോണ മിഥുനമാണ്. വീണാഗതാധാരിയായി ആണും പെണ്ണും. അതായത് ഗത ധരിച്ച പുരുഷനും വീണ ഏന്തിയ സ്ത്രീയും. ഗത എന്തോന്നിന്റെ ലക്ഷണം? യുദ്ധത്തിന്. അപ്പോൾ ബുധനും ആള് കുറവൊന്നും അല്ല, ചൊവ്വ മാത്രമല്ല. കളരി പരമ്പരകൾ ഇതിന്റെയൊക്കെ ആളാണ് ബുധനും. യുദ്ധത്തിന്റെ ലക്ഷണമാണ് വരുന്നത്. ഗതയും വെച്ചോണ്ടാണ് നിൽക്കുന്നത്. കന്നിയിലാണെങ്കിൽ അരിവാളുണ്ടല്ലോ സാർ. അരിവാളുണ്ട്. കന്നി വേറെ ഒരു സ്വഭാവമാണ്. ഗത ഏന്തിയ പുരുഷനും വീണ ഏന്തിയ സ്ത്രീയുമാണ്. അപ്പൊ രണ്ടും വരുന്നുണ്ട് അവിടെ. കലാവാസനയും വരുന്നുണ്ട്, അതോടൊപ്പം എന്ത് വരുന്നുണ്ട്? കളരി പോലുള്ള കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. അതാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ ഒന്ന് മീനിങ് ഫുൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. മൂലാദി സ്നേഹ കൂടയിൽ വ്യവകരതി വണി ബാഹുയോദാസ സൗമ്യേ. പിന്നെ സൗമ്യേ രംഗചരോ ബൃഹസ്പതിയുതേ നീതപ്രിയോ നൃത്തവിദ്. സൗമ്യേ രംഗചരോ ബൃഹസ്പതിയുതേ. ബൃഹസ്പതിയായിട്ട് വ്യാഴവുമായിട്ട് ബുധന് വന്നു കഴിഞ്ഞാൽ രംഗചരോ, രംഗകലകളിൽ താല്പര്യം ഉണ്ടാവും. കണ്ടോ? ബുധനും വ്യാഴവുമായിട്ട് വന്നാൽ രംഗകലകളിൽ താല്പര്യം. രംഗകല വന്നത് എവിടെ കൂടി? വീണയേന്തിയ സ്ത്രീ. ബുധൻ മിഥുന രാശിക്ക് വീണയേന്ദ്രിയ സ്ത്രീ. ഇനി ശനിയായിട്ട് ബന്ധം, ശുക്രനുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ ശുക്രേണ യുക്തോ ഗുരു. സദ്വിദ്യോ ധനധാരവാൻ. നല്ല വിദ്യയും ധനവും ഒക്കെ ഉണ്ടാവും, ഭാര്യയൊക്കെ ഉണ്ടാവുന്നതാണ്. ശുക്രനും വ്യാഴവും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ, ശുക്രനും വ്യാഴവും പിന്നെ ശത്രു ഗ്രഹങ്ങളല്ലേ? ശുക്രനും വ്യാഴവും ശത്രു ഗ്രഹങ്ങളല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുവാണ്. ഇപ്പൊ ശുക്രന് ശത്രുവല്ല, ഗുരുവിന് ശത്രുവാണെങ്കിലും ശുക്രന് ശത്രുവല്ലല്ലോ. ധനധാരവാൻ ബഹുഗുണ. നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാകും. ധനവും നല്ല ഭർത്താവും ഭാര്യയൊക്കെ ഉണ്ടാകും. നല്ല വിദ്യ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ശുക്രേണ യുക്തേ ഗുരു, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശുക്രേണ യുക്ത ഗുരു ശുക്രനായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ നല്ല വിദ്യ ഉണ്ടാകും, ധനവും കളത്രവും ഉണ്ടാകും, ബഹുഗുണങ്ങൾ ഉണ്ടാകും. എന്നാണ് പറയുന്നത്. ഇത് എത്രാമത്തെ അധ്യായം, എത്രാമത്തെ ഹോര സാർ? 14-ാമത്തെ അധ്യായം. സാറേ ബുധനും ശുക്രനും ശത്രുക്കളല്ലേ? ബുധനും ശുക്രനും ശത്രുക്കളല്ല, ബന്ധുക്കളല്ലേ? ബുധൻ, ശുക്രൻ, ശനി പരസ്പരം ബന്ധുക്കളാണ്. ചൊവ്വകളാണ്. ചന്ദ്രന് ശത്രുക്കളില്ല. ഇതൊക്കെയാണ്. ഇതൊന്ന് നമുക്ക് എഴുതി പിടിപ്പിക്കണം. പക്ഷെ പറയുമ്പോഴെല്ലാം രസമായിട്ട് തോന്നും. വീട്ടിൽ വെച്ച് ഒരു പ്രാവശ്യം ഒന്ന് നോക്കിയിട്ട് ബുക്കും കൂടി റെഫർ ചെയ്യണം, ഒന്ന് എഴുതണം. ബുധന്റെ പാവഫലം.
ഹോറയിലെ നമ്പറുകളെല്ലാം ഒന്ന് പറയണം സാറേ. എല്ലാം അടുത്ത് പുസ്തകങ്ങളോട് പറഞ്ഞു തരും, പേടിക്കണ്ട. ബുധന്റെ ഭാവഫലം. ബുധൻ 7-ൽ നിന്നാൽ, ബുധൻ 7-ൽ ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ ആയി വന്നാൽ, ബുധൻ 7-ൽ ശത്രുക്ഷേത്രമോ നീചത്തിലോ ആയി വന്നാൽ ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ ആയി വന്നാൽ അവന്റെ ഭാര്യ ദുഷ്ടയായും ഭർത്താവിനെ ചതിക്കുന്നവളായും സ്വഭാവ ദൂഷ്യമുള്ളവളായും ഭവിക്കും. ഭർത്താവിനെ ചതിക്കുന്നവളായും ഭവിക്കും. സ്ത്രീ ജാതകത്തിലാണ് ഇങ്ങനെ വന്നാൽ, സ്ത്രീ ജാതകത്തിലാണ് ഇങ്ങനെ വന്നാൽ അവളുടെ ഭർത്താവിന് ഈ ഗുണങ്ങൾ ഉണ്ടാകും. അവളുടെ ഭർത്താവിന് ഈ ഗുണങ്ങൾ ഉണ്ടാകും. നോട്ട് എന്നിട്ട് എഴുതിക്കണം. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. നോട്ട് ഇപ്പാണ് ഓർമ്മ വന്നത്. ഒരു ജാതകത്തിൽ ഇങ്ങനെ വന്നാൽ, ഒരു ജാതകത്തിൽ ഇങ്ങനെ വന്നാൽ അയാളുടെ കളത്രത്തിനോ അല്ലെങ്കിൽ അയാൾക്കോ ഈ ദോഷമുണ്ടാകാം. അയാളുടെ കളത്രത്തിനോ അല്ലെങ്കിൽ അയാൾക്കോ ഈ ദോഷമുണ്ടാകാം. ഇപ്പൊ എഴുതിയ മനസ്സിലായ? ഇതിനകത്ത് കളത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് തന്റെ ജെൻഡർ. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഈ ഒന്നുകില് അയാൾക്ക് ആ കുഴപ്പമുണ്ടാകാം, അല്ലെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് ഭർത്താവിനോ ഉണ്ടാവാം. രണ്ടിനും ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കണ്ടുവരുന്നതാണ്, പ്രാക്ടിക്കൽ സൈഡ് കണ്ടുവരുന്നതാണ്. ചിലപ്പോൾ ഇയാൾക്ക് തന്നെ ആ കുഴപ്പമുണ്ടാകാം, അല്ലെങ്കിൽ അയാളെ കളത്തരത്തിലുണ്ടാകാം. രണ്ടും വരാം. ഓ, അപ്പൊ ഇതേപോലെ നിന്ന് കഴിഞ്ഞാല് അയാൾക്ക് തന്നെ കുഴപ്പം വരണമെന്നില്ല, ഓപ്പോസിറ്റ് ജെൻഡറിനായാലും മതി. ഓപ്പോസിറ്റ് ജെൻഡറിന് വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഓപ്പോസിറ്റ് ജെൻഡറിന് വരാം, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ വരുന്നേക്കാം. രണ്ടുപേർക്കും ആയിക്കോട്ടെ. എന്തായാലും കൈ തൊടാൻ കൊള്ളൂല. നമ്മൾ അത്രയും അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് വേണ്ട അത്ര. സാർ ഇത് എത്രാമത്തെ അധ്യായം? ജാതകാദേശം 13-4. ജാതകാദേശം 13-4. ആ 2 വരി എഴുതിക്കൊള്ളണം. സൗമ്യേ സൗമ്യേ നീചാരാരിപേ നീചാരാരിപേ. നീചാരാരിപേ സപ്തമസ്തേ സപ്തമസ്തേ. സൗമ്യേ നീചാരാരിപേ സപ്തമസ്തേ. അടുത്ത ലൈനില് ഭാര്യ ദുഷ്ട, ഭാര്യ ദുഷ്ട ജാരിണി വൈശികി. വൈശികി വേശ്യ എന്നർത്ഥം. എവിടെയും പ്രവേശിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. വൈശികി വാ. അടുത്ത 2. ബുധനും ശനിയും കൂടെ ഒരുമിച്ച് ദിഗ്രഹ യോഗം വന്നാൽ, ബുധനും ശനിയും കൂടി ഒരുമിച്ച് ദിഗ്രഹ യോഗം വന്നാൽ പരവഞ്ചനയിൽ താല്പര്യമുണ്ടാകും. പരവഞ്ചനയിൽ താല്പര്യമുണ്ടാകും.
എഴുതിക്കണം. മൃദുന മായാപടുല്ലംഘക. മൃദുന മൃദുന മായാപടു ആദ്യതട. മായാപടുല്ല പടു ഇല്ല അം ക ക. മായാപടുല്ലം ഖ ആദ്യത്തെ ക ഘടികാരം എന്നുള്ള ക, രണ്ടാമത്തെ ക ആദ്യത്തെ ക ഇടുന്നു. ഘടികാരം എന്നുള്ള കായും ആദ്യത്തെ കായും. മായാപടുല്ലംഘക. ഓര 14 4. ഓര 14 4 സെക്കൻഡ് ലൈൻ. ഓര 14 4 സെക്കൻഡ് ലൈൻ. അടുത്ത ലൈനിൽ ശനിയും ബുധനും കൂടെ 7 വന്നാൽ, ശനിയും ബുധനും കൂടെ ഒരുമിച്ച് 7 വന്നാൽ തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ താൻ, തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ തൻ രണ്ടിൽ ആര് വേണമെങ്കിലും ആയിക്കൊള്ളാം. ഇത് നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് കണ്ടുവരുന്നതാണ്. ഇവിടെ പറയുന്നത് ഭർത്താവ് അങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അത് സ്ത്രീ ജാതകമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ താൻ ഷണ്ണനായിരിക്കും. അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളെ നടത്താൻ പ്രാപ്തിയില്ലാത്തവനായിരിക്കും. അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളെ പോറ്റാൻ പ്രാപ്തിയില്ലാത്തവനായിരിക്കും. ഷണ്ടൻ എന്നല്ലേ സാർ? ഷണ്ടനായിരിക്കും. ഷണ്ണൻ എന്ന് പറയും നമ്മൾ. ഇണ്ട അത് എഴുതിക്കൊണ്ടാൽ മതി. ഇണ്ണയല്ല, ഷണ്ണൻ എന്നാണ് പറയുന്നത്. ഈ ഇന്ദ്രയെ പറയുന്നത് പോലെ ഇണ്ട. ഈ നായും മൂടിലോട്ട് മടക്കി വരുന്ന താ മറിച്ചിടുന്ന ഉണ്ടല്ലോ. മനസ്സിലായി സാർ. സാർ അതായത് കഴിവില്ലാത്തവൻ എന്നല്ലേ? കഴിവില്ലാത്തവനായിരിക്കും. രണ്ട് രീതിയിലും വന്നുള്ളതാണ്. ഇപ്പൊ ശനിക്കും ബുധനും ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷണ്ണനായിരിക്കണം എന്നുള്ള നിർബന്ധമില്ല. അവർ കുടുംബത്തിനെ നോക്കാത്ത ഒരുമാതിരി അലഞ്ഞു നടക്കുന്ന ടൈപ്പായിരിക്കും. ക്ലീബോ അസ്തേ ക്ലീ ക്ലീ ക്ലാ 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 ക്ലീ 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 എന്ന് പഠിച്ചിട്ടില്ലേ? ആ ക്ലാ. ക്ലീബോ ബ ബലൂൺ എന്നുള്ള ബ. അസ്തേ ബുധമന്നയോ. ക്ലീബോ അസ്തേ ബുധമന്നയോ. ഓര 22 8 രണ്ടാമത്തെ ലൈൻ. 22 8 രണ്ടാമത്തെ ലൈൻ. ബുധരവി യോഗം. സ്റ്റാർട്ട് ഗെറ്റിംഗ് ബുധരവി യോഗം. ബുധരവി യോഗം. ബുധനും സൂര്യനും യോഗം ചെയ്താൽ നിപുണത, ബുദ്ധി, കീർത്തി, സൗഖ്യം എന്നിവ ഉണ്ടാകും. ബുധനും രവിയും യോഗം ചെയ്താൽ നിപുണത, ബുദ്ധി, കീർത്തി, സൗഖ്യം, ബുദ്ധി, കീർത്തി, സൗഖ്യം എന്നിവയുണ്ടാകും. ബുധേന ശ്ലോകം എഴുതിക്കൊണ്ടാണ്. ബുധേന നിപുണം ധീ
ധീ ദ രാധ എന്നുള്ളതാ. ധീ കീർത്തി, സൗഖ്യാന്യുതം ന്യൂ, ന്യ വള്ളി, സൗഖ്യാന്വിതം. ബുധേന നിപുണം ധീ കീർത്തി സൗഖ്യാന്വിതം. പോര 14-ൽ 1 രണ്ടാമത്തെ ലൈൻ, 14-ൽ 1 സെക്കൻഡ് ലൈൻ. ഭൂതചന്ദ്രയോഗം. ഭൂതചന്ദ്രയോഗം. നല്ല വിനയമുള്ള വാക്കുകളും നല്ല വിനയത്വവും അർത്ഥനിപുണവുമായ വാക്കുകളും, നല്ല വിനയത്വവും അർത്ഥനിപുണവുമായ വാക്കുകളും, നല്ല വിനയത്വവും അർത്ഥനിപുണവുമായ വാക്കുകളും. സൗഭാഗ്യവും കീർത്തിയും ഫലമാകുന്നു. സൗഭാഗ്യവും കീർത്തിയും ഫലമാകുന്നു. സൗഭാഗ്യവും കീർത്തിയും ഫലമാകുന്നു. സജ്ഞ സ ഇട്ടിട്ട് യജ്ഞ, യജ്ഞ. കഴിഞ്ഞ ഒരിടത്ത് യജ്ഞോ എന്ന് വന്നു, അതവിടെ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി ഇട്ടിരുന്നതാണ്. യജ്ഞയാണ് കറക്റ്റ് വാക്ക്. സജ്ഞ. പ്രസൃത വാക്യം, പ്രസൃത, ശ്രീ ശ്രീ എന്നുള്ളത് നമ്മൾ ശ്രീ എഴുതുന്ന ശ്രീ തന്നെ. പ്രസൃത വാക്യം, അർത്ഥനിപുണം, സൗഭാഗ്യ കീർത്യന്വിതം. സൗഭാഗ്യ കീർത്യന്വിതം. കീർത്യന്വിതം ന്യൂ, കീർത്തിയ ഇന്യു തം. ഓര 14-ൽ 2 രണ്ടാമത്തെ ലൈൻ, 14-ൽ 2 സെക്കൻഡ് ലൈൻ. ഭൂതകുജ യോഗം. ഭൂതകുജ യോഗം. മരുന്ന് വർഗങ്ങൾ, എണ്ണ, നെയ്യ്. മരുന്ന് വർഗങ്ങൾ, എണ്ണ, നെയ്യ്, കിഴങ്ങ് വർഗങ്ങൾ എന്നിവ വിൽപ്പന നടത്തുക. എന്നിവ വിൽപ്പന നടത്തുക. ബ്രാക്കറ്റിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ടത്. ആയുർവേദവുമായി ബന്ധപ്പെട്ടത്. ഇഷ്ടം ചെയ്യാം. മല്ലയുദ്ധം, മല്ലയുദ്ധം, കളരി, കരാട്ടെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. മല്ലയുദ്ധം, കളരി, കരാട്ടെ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ ആയോധന കലകളുമായി ബന്ധമുണ്ടാകും. തുടങ്ങിയ ആയോധന കലകളുമായി ബന്ധമുണ്ടാകും.
മൂലാദി മൂലാദി സ്നേഹ ഊടയിർ മൂലാദി സ്നേഹ ഊടയിർ ഊടൈ ആദ്യത്തട യസ് ഡ ഊടയിർ വ്യവഹരതി വണിക് വ്യവഹരതി വ്യവഹരതി വണിക് ബാഹുയോധ സൗമ്യേ സൗമ്യേ ഓരോ 14-ൽ 3-ല് ഫസ്റ്റ് ലൈൻ 14-ൽ 3-ല് ഫസ്റ്റ് ലൈൻ ബുധ ഗുരു യോഗം അടുത്ത ബുധ ഗുരു യോഗം രംഗകലകളിൽ താല്പര്യവും രംഗകലകളിലും പാട്ട് നൃത്തത്തിലും താല്പര്യം ഉണ്ടാകും. എന്ത് കലകളാണ് സാർ? നേരെ കേട്ടില്ല. രംഗകലകൾ എന്ന് വെച്ചാൽ സിനിമ, സീരിയല്, സിനിമ അതെല്ലാം വരാം. സാറേ ബുധനും ആരുമായിട്ടുള്ള യോഗ? ബുധ ഗുരു യോഗം. രംഗകലകൾ, പാട്ട്, നൃത്തം എന്നിവയിൽ താല്പര്യമുണ്ടാകും. സൗമ്യേ രംഗചരോ ബൃഹസ്പതിയുതേ ഗീതപ്രിയോ നൃത്തവിദ് സൗമ്യേ രംഗചരോ ബൃഹസ്പതിയുതേ ഗീതപ്രിയോ നൃത്തവിദ്. 14-ല് 4-ല് ഫസ്റ്റ് ലൈൻ ബുധന് ശനിയുമായിട്ടുള്ളത് നമ്മൾ എഴുതി. ബുധന് ശുക്രനുമായിട്ടുള്ള യോഗം വാഗ്മി ഭൂഗണഭ സിതേന വാഗ്മിയായും അതെ സാറേ. വാഗ്മിത്വം നല്ല സംസാരശേഷി. വാഗ്മിയായും ഭൂമിയുടെ ആധിപത്യവും ഉണ്ടാവും. വാഗ്മി ഭൂഗണഭ സിതേന എത്രയാ സാർ? ഇതും അതിനകത്ത് അതേ ശ്ലോകത്തിൽ തന്നെ ഉണ്ട്. അതേ ശ്ലോകത്തിലുള്ള ലൈൻ തന്നെ ഇപ്പൊ എഴുതി അതേ രീതി തന്നെ. ശരി, 14-4 രണ്ടാമത് രണ്ടാമത്തെ ലൈൻ എന്താ വരും? 14-4 തന്നെ. ഇനി അടുത്ത ശനിയുടെയാണോ ഇത് പറഞ്ഞത് സാറേ? ശനിയുടെ ശുക്രന്റെ. ശനിയുടെ പറഞ്ഞല്ല, ബുധന് ശനിയായിട്ട് മൃദന മായാപ്പെടുല്ലംഗഹ എന്ന് പറഞ്ഞല്ല, നേരത്തെ പറഞ്ഞില്ല. ഇപ്പൊ ശുക്രന്റെ ആണ് പറഞ്ഞത്, ബുധനും ശുക്രനും.
ബുധനും ശുക്രനും. ശനിയുടെ നേരത്തെ സംസാരിച്ചു. ശരി, ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ, ക്ലിയർ. ഇത് മിഥുനം രാശി. സാറേ ഈ രാഹുവും കേതുവും ഒന്നും എടുക്കണ്ടേ? രാഹു കേതു എന്ന് ഇതിനകത്ത് പറയുന്നില്ല. രാഹു കേതു നമുക്ക് ഇതെല്ലാം തീർന്നിട്ട് രാഹു കേതു പറയും. ശനിയും കൂടി തീർന്നിട്ട് രാഹു കേതുവിനെ കുറിച്ച് പറയും. പറഞ്ഞിട്ടേ പോകുള്ളൂ. മിഥുനം രാശി. മിഥുനം ബുധന്റെ രാശിയാണ്. അവിടെ ആർക്കും ഉച്ചവുമില്ല നീചവുമില്ല. ശരി തന്നെ? അതെ സാർ. അവിടെ ആർക്കും ഉച്ചവുമില്ല നീചവുമില്ല. മിഥുനം ബുധന്റെ രാശിയാണ്. ഉച്ച നീചങ്ങൾ ആർക്കുമില്ല. അവിടുത്തെ നക്ഷത്രം എന്തോന്ന്? മകയിരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാല്. മകയിരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർദം, മുക്കാലാണ് അവിടുത്തെ നക്ഷത്ര സമൂഹം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ശരീരഭാഗം ഏതാണ്? കൈയും തോളുകളും കഴുത്തും. കൈ, കഴുത്ത്, തോളുകൾ. കൈ, കഴുത്ത്, തോൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ശരീരഭാഗം. അപ്പോൾ ബുധന്റെ രാശിയാണ്, ഓജരാശിയാണ്, പുരുഷരാശിയാണ്. ഓജരാശി ബുധന്റെ രാശിയാണ്. ഓജരാശി അല്ലെങ്കിൽ പുരുഷരാശിയാണ്. ഉഭയരാശി. കൈയും തോളും കഴുത്തും ഉൾപ്പെടുന്ന സ്ഥലമാണ്. കൈ, തോള്, കഴുത്ത് ഉൾപ്പെടുന്ന സ്ഥലമാണ് സൂചിപ്പിക്കുന്നത്. മകയിരത്തിന്റെ 2-ാം പകുതി, പുണർദം, തിരുവാതിര, പുണർദം, മുക്കാലാണ് നക്ഷത്രക്കൂട്ടം. ഇനി ഇവിടുത്തെ ചിഹ്നം എന്താണെന്നൊന്ന് വ്യക്തമായിട്ട് നോക്കണം. നൃമിഥുനം സകതം സവീണം എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. ഓരയിലെ 1-ാമത്തെ ചാപ്റ്ററില് 3-ാമത്തെ 4-ാമത്തെ ശ്ലോകമാണ്. മത്സ്യോ കടി നിർമിഥുനം സകതം സമീണം ചാബീനരോ അശ്വജഗനോ മകരോ മൃഗാസ്യ തൗലീസ സസിതനോ പ്ലവക ചകന്യ ശേഷ സുമനാമ സദർശ എന്ന് പറയുന്നില്ലേ? 5-ാമത്തെ ശ്ലോകം, 1-ാമത്തെ ചാപ്റ്ററിൽ 5-ാമത്തെ ശ്ലോകം. മത്സ്യവും കടി എന്നൊരു മത്സ്യവും എന്ന് വെച്ചാൽ മീനം, കടി കടം കുംഭത്തിന്. നൃമിഥുനം സകതം സവീണം. മിഥുനത്തിനെ കുറിച്ച് പറയുന്നത് നൃമിഥുനം സകതം സവീണം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഗദയും വീണയും. ഗദയേന്തിയ പുരുഷനും വീണ മീട്ടുന്ന സ്ത്രീയുമാണ് ഇവിടത്തെ ചിഹ്നം. യുവമിഥുനങ്ങളാണ് ഇവിടത്തെ ചിഹ്നം. അതിൽ ഗദയേന്തിയ പുരുഷനും വീണമീട്ടുന്ന സ്ത്രീയും ആയ യുവമിഥുനങ്ങളാണ് ഇവിടത്തെ ചിഹ്നം. അതുകൊണ്ട് ഈ രാശിക്ക് എന്തിൻ്റെയൊക്കെ ബന്ധങ്ങൾ വരാം? നൃമിഥുനം സകതം സവീണം, ഗദയേന്തിയ പുരുഷനും വീണമീട്ടുന്ന സ്ത്രീയും ഉൾപ്പെട്ട യുവമിഥുനങ്ങളാണ് ഇവിടത്തെ അടയാളം. അതിനാൽ സംഗീത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത്, നൃത്തകലാലയങ്ങള്, ആയുധക്കളരികള്, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ഉദ്യാനങ്ങള്, നല്ല ഇതെല്ലാം ബന്ധപ്പെട്ട് വരുന്ന സ്ഥലങ്ങൾ വരും. അതായത് വീണ സകതം, സകതം, ഗദയും വീണയും. ഗദയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? വീണയായിട്ട് ബന്ധപ്പെടുമ്പോൾ സംഗീതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, നൃത്തങ്ങള്, അതുപോലെ അത് വീണ വരുമ്പോൾ ഗദ വരുമ്പോൾ ആയുധക്കളരികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ദൈവീകത പറയാലോ സാർ? ദൈവീകതയും പറയാം. അതിന് വേറെ ഉണ്ട്. വേറെ നമുക്ക് രാശി പ്രശ്നം പഠിക്കാം. വീണയെടുത്ത സ്ത്രീ ആയതിനാൽ നമുക്കതൊരു വീണ മീട്ടുന്ന സമയത്ത് കൊണ്ട് വേറെ ഒരു കാര്യം കൂടെ പറയാം. വീണ മീട്ടുമ്പോൾ നല്ല മാനസികാവസ്ഥ ഉണ്ടാകുന്നു എന്നൊക്കെ പറയാം. സമാധാനവും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകാന്ന് പറയാം. വീണ മീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വീണ മീട്ടുന്ന സമയത്ത്
കിട്ടുന്നത് മനസ്സിന് സരസ്വതി ദേവി. സരസ്വതി ദേവി വീണമീട്ട് സരസ്വതി ദേവി വെച്ചാൽ ബുധന്റെ രാശിയാണ്. ബുധന്റെ രാശിയും കൂടിയാണ്. വീണമൂട്ടി മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും. മനസ്സിന്റെ സന്തോഷം തുടങ്ങുന്നതേ അതാണ്. രാശി തുടങ്ങുന്നതേ അങ്ങനെയാണ്. അപ്പോൾ പറയേണ്ടത് കാലപുരുഷന്റെ മൂന്നാമത്തെ രാശിയാണ്. ശരീരത്തിലെ കൈകളും തോളും കഴുത്തിനെയും സൂചിപ്പിക്കുന്നു. പുരുഷ രാശിയാണ്. ബുധന്റെ രാശിയാണ്. ആർക്കും ഉച്ചനീചത്വങ്ങളില്ല. മകയിരത്തിന്റെ രണ്ടാം പകുതിയും തിരുവാതിര പുണർതം മുക്കാലും ആണ് നക്ഷത്രക്കൂട്ടങ്ങള്. നിർമ്മിതം സഗതം സവീണം എന്നുള്ളതാണ് ഇവിടുത്തെ രാശിയുടെ സ്വരൂപം. ഗതയേന്തിയ പുരുഷനും വീണമീട്ടുന്ന സ്ത്രീയും അടങ്ങുന്ന യുവമിഥുനങ്ങളാണ് ഇവിടുത്തെ അടയാളം. അതുകൊണ്ട് ആയുധക്കളരികള്, അതുപോലെ നൃത്തസ്ഥാനങ്ങള്, കലാവാസനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, നൃത്തം കലാവാസനയായിട്ട് ബന്ധപ്പെട്ടതും ആയുധക്കളരികളും, മനസ്സിന് സുഖം തരുന്ന അവസ്ഥയുമൊക്കെ ഈ രാശി കൊണ്ട് പറയാം. ഇത്രയൊന്ന് എഴുതിക്കൊള്ളണം. എഴുതിയിട്ട് ബാക്കി എഴുതാം, അല്ലെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടാതെ പോകും. മിഥുനം കാലപുരുഷന്റെ മൂന്നാം രാശിയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. കുറച്ചുപേരൊക്കെ പറയുമ്പോൾ എഴുതുകയാണ്. കാലപുരുഷന്റെ മൂന്നാം രാശിയാണ്. ശരീരത്തിലെ തോള്, കൈകൾ, കഴുത്തിനെ സൂചിപ്പിക്കുന്നു. തോള്, കൈകൾ, കഴുത്ത് എന്നിവയെ സൂചിപ്പിക്കുന്നു. കൈകാല്, തോള്, കഴുത്ത് എന്നിവയെ സൂചിപ്പിക്കുന്നു. ബുധന്റെ രാശിയാണ്. ബുധന്റെ രാശിയാണ്. ഒരു ഗ്രഹത്തിനും ഉച്ചനീചത്വങ്ങളില്ല. ഒരു ഗ്രഹത്തിനും ഉച്ചനീചത്വങ്ങളില്ല. ഒരു ഗ്രഹത്തിനും ഉച്ചനീചത്വങ്ങളില്ല. മകയിരത്തിന്റെ രണ്ടാം പകുതി, മകയിരത്തിന്റെ രണ്ടാം പകുതി, സെക്കൻഡ് ഹാഫ് എന്ന് വെച്ചാൽ 3-4 പാദങ്ങൾ. രണ്ടാം പകുതി, തിരുവാതിര, പുണർതം മുക്കാല്, പുണർതം മുക്കാൽ എന്നിവയാണ് ഇവിടുത്തെ നക്ഷത്ര സമൂഹം. എന്നിവയാണ് ഇവിടുത്തെ നക്ഷത്ര സമൂഹം. പുരുഷരാശിയാണ്, ഉഭയരാശിയാണ്. പുരുഷരാശിയാണ്, ഉഭയരാശിയാണ്. അടുത്ത് നൃമിഥുനം. നൃമിഥുനം സഗതം സവീണം. നൃമിഥുനം സഗതം സവീണം. നൃമിഥുനം സഗതം, ഗത എന്നുള്ള ഗതം, സവീണം, ഇത്രയും കൊട്ടേഷൻ്റെ അകത്ത് എന്നതാണ് രാശിയുടെ സ്വരൂപം. എന്നതാണ് രാശിയുടെ സ്വരൂപം. എന്നതാണ് രാശിയുടെ സ്വരൂപം.
ഗദയേന്തിയ പുരുഷനും വീണമീട്ടുന്ന സ്ത്രീയും ഗദയേന്തിയ പുരുഷനും വീണമീട്ടുന്ന സ്ത്രീയും ചേർന്ന യുവമിഥുനങ്ങളാണ് ഇവിടുത്തെ അടയാളം. യുവമിഥുനങ്ങളാണ് ഇവിടുത്തെ അടയാളം. അതുകൊണ്ട് നൃത്തം, കലാവാസന തുടങ്ങിയ കാര്യങ്ങളും ആയുധം, കളരി തുടങ്ങിയവയും ഈ രാശി കൊണ്ട് ചിന്തിക്കാം. സമാധാനം, സുഖം, സന്തോഷം എന്നിവ വീണമീട്ടുന്ന സ്ത്രീയെ കൊണ്ട് ചിന്തിക്കാം. ഇനി ഓരയിലെ 16-ൽ 3 പഠിക്കേണ്ടത്. നമുക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ട് എഴുതുന്നത് അടുത്ത ക്ലാസ്സിൽ എഴുതാം, അതേ പറ്റുള്ളൂ. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്. 16-ൽ 3, ഓരയിൽ 16-ൽ 3. സ്ത്രീലോല സുരതോപചാര കുശല ശാമ്യേക്ഷണ ശാസ്ത്രവിദ് ദൂത കുഞ്ചിതമൂർത്തജ പടുമതി കാസ്യാങ്കിത ദ്യൂതവിത് ചാർവംഗ പ്രിയവാക് പ്രഭക്ഷണരുചിർ ഗീതപ്രിയോ നൃത്തവിത് ക്ലീബൈര്യാതിരതിം സമുന്നത നസ ചന്ദ്രേ തൃതീയക്ഷകേ. ഇങ്ങനെ പിരിച്ചെടുക്കാം. സ്ത്രീലോല, സ്ത്രീകളോട് ലോല ഹൃദയം ഉള്ളവരായിരിക്കും. അതാണ് സ്ത്രീകളോട് ലോല ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ജീവിതമൊക്കെ നന്നായിരിക്കും എന്നർത്ഥം. പെണ്ണുങ്ങളുമായിട്ടൊക്കെ വളരെ, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെന്ന് പറയണം, നല്ല രീതിയിൽ അവരൊക്കെ ബഹുമാനം കൊടുത്ത് അവരെ കളി, ചിരി, തമാശയൊക്കെ പറഞ്ഞ് എടുത്ത് പോകുക എന്ന് വെച്ചാൽ കുടുംബ ജീവിതത്തിന് പറ്റിയ അന്തരീക്ഷം എന്നർത്ഥം. ഇപ്പൊ ചിങ്ങൻ രാശിയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ എന്തത് പഠിച്ചത്? സ്ത്രീ ദ്വേഷി എന്ന് പഠിച്ചു അല്ലേ? ഓർമ്മയുണ്ടോ? സ്ത്രീ ദ്വേഷി, മാതൃവിധേയത എന്ന് പറഞ്ഞാൽ നല്ല രാശിയല്ല. സ്ത്രീകളെടുത്ത് നല്ല ഒന്നും പോകില്ല. ഇതങ്ങനെയല്ല. സ്ത്രീ ലോല ഹൃദയം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്ന്. സ്ത്രീകളെടുത്ത് ലോല ഹൃദയം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെയൊക്കെ വലിയ വല വീശി കൊടുക്കുക എന്നുള്ള ഒരു ചോദ്യമൊക്കെ വരും. നല്ല മാന്യമായിട്ട് പെരുമാറുക എന്ന് നമ്മളത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. സ്ത്രീകളെടുത്ത് മാന്യമായി പെരുമാറുന്നവര് എന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതമൊക്കെ നന്നായിരിക്കും. പെണ്ണുങ്ങളെടുത്ത് പിണങ്ങാനോ എടുക്കാനോ ഒന്നും പോകില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഉറക്കെ പോകും. സ്ത്രീ ലോല സുരതോപചാര കുശല. സുരതം, ഉപചാരം, ഇതിൽ കുശലത. സുരതം വെച്ചാൽ സംഭോഗ കാര്യങ്ങളില്. സുരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പെൺ വിഷയങ്ങളെന്ന് അർത്ഥം. സ്ത്രീ വിഷയം അല്ലെങ്കിൽ പുരുഷ വിഷയങ്ങളിൽ നല്ല കുശലത ഉണ്ടാവും. പെണ്ണുങ്ങളുമായിട്ട് നല്ല സ്നേഹമായിട്ട് പോവുകയും അവരുമായിട്ട് ഇണങ്ങി കുടുംബ ജീവിതത്തിന് നല്ല സ്മൂത്ത് റണ്ണിങ് ആയിരിക്കും എന്നർത്ഥം. സുരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ്വാലിറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം. ലൈംഗികപരമായ കാര്യങ്ങളിൽ നല്ല താല്പര്യവും
നല്ല സന്തോഷകരമായ ലൈംഗിക ജീവിതം നയിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നതാണ് നല്ല മാന്യമായ ഭാഷ. സുരതം ഉപചാരം കുശലത. ലൈംഗികപരമായ കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും നല്ല നിപുണത ഉള്ളവരായിരിക്കും. സ്ത്രീലോല സുരതോ. അപ്പോഴാണ് സ്ത്രീ ലോല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പം മനസ്സിലായിരിക്കും എന്താണെന്ന്. പെണ്ണുങ്ങൾ മറ്റൊക്കെ അല്പം വാചം ഓടിക്കാനൊക്കെ മിടുക്കരായിരിക്കും എന്നർത്ഥം. അതോടൊപ്പം തന്നെ നല്ല കുടുംബജീവിതം നയിക്കുന്നവരുമായിരിക്കും. കാരണം അവിടുത്തെ ചിഹ്നം യുവമിഥുനങ്ങളാണ്. യുവമിഥുനങ്ങളാണ് ചിഹ്നം. പുരുഷനെ സംബന്ധിച്ച് എന്താണ് സാധാരണയായിട്ട്? കളരി, കരാട്ടെ, കുങ്ഫു അതൊക്കെ. സ്ത്രീകളെ സംബന്ധിച്ച് പാട്ട്, നൃത്തം, സ്ത്രൈണ സ്വഭാവം. രണ്ടും. ഒരാൾ ഗത എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ വീണ വീട്ടിക്കൊണ്ടിരിക്കുന്നു. യുവമിഥുനങ്ങളാണ് ചിഹ്നം. ശാമ്യേക്ഷണ. ശാമ്യം ഈ നല്ല കറുത്ത കണ്ണുകളായിരിക്കും. ശരീരപ്രകൃതമാണ് പറയുന്നത്. ശാസ്ത്രവിദ്. ശാസ്ത്രത്തിൽ നല്ല അറിവുള്ളവരാണ്. ദൂത എന്ന് വെച്ചാൽ മെസഞ്ചർ പ്ലാനറ്റ്, സന്ദേശവാഹകൻ എന്നർത്ഥം. സന്ദേശവാഹകൻ ബുധന്റെ സ്വഭാവമാണ്. ബുധൻ സന്ദേശം മടക്കി കൊടുക്കാനും ഇതിനെ അവിടെ പറയാനും അവനെ ഇവിടെ പറയാനും മെസഞ്ചർ പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ബുധൻ മെസഞ്ചർ പ്ലാനറ്റ് ആണെന്ന് കുറച്ചു നേരത്തെ പഠിച്ചതേ ഉള്ളൂ. സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിനകത്ത് വരും. എന്തോന്ന് പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, ബ്രോക്കർ ജോലികൾ, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. സി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള ജോലികളെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഈ ജോലിക്കൊക്കെ പറ്റിയ ആൾക്കാർ ദൂത. കുഞ്ചിത മൂർത്തജ. വളഞ്ഞ മുടി, ചുരുണ്ട മുടിയുള്ളവരായിരിക്കും. കുഞ്ചിത മൂർത്തജ, ചുരുണ്ട മുടി. പടുമതി. സമർത്ഥമായ ബുദ്ധി. അത് അവിടെ എവിടെ പറയും? പടുമതി. പടു എന്ന് വെച്ചാൽ സമർത്ഥം, മതി ബുദ്ധി. സമർത്ഥമായ ബുദ്ധിയുള്ളവരായിരിക്കും. ബുദ്ധി എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ബുദ്ധിയല്ല, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്ന ബുദ്ധിയല്ല, അല്ലാതെ പൊതു അറിവ് ഭയങ്കരമായിരിക്കും. സമർത്ഥമായ ബുദ്ധിയുള്ളവർ. അപ്പോൾ സ്ത്രീ ലോല, സുരതോപചാര കുശല, ശാമ്യേക്ഷണ, ശാസ്ത്രവിദ്, ശാസ്ത്രത്തിൽ അറിവ്, ദൂത പ്രവർത്തികൾ ചെയ്യുന്നവര്, അല്ലെങ്കിൽ മെസഞ്ചർ ജോലികൾ ചെയ്യുന്നവര്, ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ടവര്, ഇതൊക്കെ വരും. കുഞ്ചിത മൂർത്തജ, വളഞ്ഞ മുടി, ചുരുണ്ട മുടി. പടുമതി, സമർത്ഥമായ ബുദ്ധിയുള്ളവര്. ഹാസ്യാങ്കിത, നേരത്തെ പഠിച്ചത് തന്നെ. ഹാസ്യം നിറഞ്ഞ വാക്ക്, ബുധന്റെ ജോലി. ഹാസ്യം നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുന്നവര്. ദ്യൂതവിത്ത്. ദ്യൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂതുകളി. ബുധന് ബലമില്ലെങ്കിലേ ഇത് പറയാവൂ. ദ്യൂതവിത്ത് എന്ന് വെച്ചാൽ ചൂതുകളി പോലുള്ള കളി. ബുധന് ബലമില്ലെങ്കിൽ ഇതിനെ പറയണം. ഈ മിഥുന ലഗ്നം വരികയും ബുധന് ബലമില്ലാതെ എവിടെയും ചെന്ന് കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ്യൂത പ്രവർത്തി. ദ്യൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? ദ്യൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന്, ചൂതുകളി പോലുള്ള ചൂതുകളി പോലുള്ള പണമൊക്കെ വെച്ചിട്ട് ചൂതുകളി പോലെന്ന് പറഞ്ഞാൽ വെറും മോശമായ കൂട്ടുകെട്ട് നടത്തിയിട്ട് ചൂതുകളി, മോശമായ കൂട്ടുകെട്ടല്ല അതിനകത്ത് ദ്യൂത. അപ്പോൾ സ്ത്രീകളോട് ലോല ഹൃദയമുള്ളവരും സുരതോപചാര കുശല, സംഭോഗ കാര്യങ്ങളിലും സെക്സ് പരമായ കാര്യങ്ങളിലും ലൈംഗിക കാര്യങ്ങളിലും നല്ല താല്പര്യമുള്ളവരും, സ്ത്രീകളുടെ അടുത്ത് ലോല ഹൃദയമുള്ളവരും, കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരും ഒക്കെ നമുക്ക് എടുത്തോളാം. കടുത്ത നിറമുള്ള കണ്ണുകൾ, കറുത്ത കണ്ണുകളും, ശാസ്ത്രത്തിൽ നല്ല അറിവുള്ളവരും, ദൂതപ്രവർത്തി അല്ലെങ്കിൽ മെസഞ്ചർ ജോലികള്, ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡ്, പത്രപ്രവർത്തനം തുടങ്ങിയ ജോലികൾ, മെസഞ്ചർ ജോലികൾ ചെയ്യാൻ അല്ലെങ്കിൽ ബ്രോക്കർ പണികൾ ചെയ്യുന്നവരും, വളഞ്ഞ തലമുടിയുള്ളവരും, ചുരുണ്ട മുടിയുള്ളവരും, സമർത്ഥമായ ബുദ്ധിയുള്ളവരും, ഹാസ്യം നിറഞ്ഞ സംസാരമുള്ളവരും, ബുധന് ബലമില്ലെങ്കിൽ ദൂതപ്പണികൾ അല്ലെങ്കിൽ ബുധന് ബലമില്ലെങ്കിൽ ചൂതുകളി പോലുള്ള മോശമായ താഴ്ന്ന ജോലികൾ ചെയ്യുന്നവരും ആയിരിക്കും. ചാർവങ്ക, അങ്ങ് ശരീരം നല്ല ഭംഗിയുള്ള ശരീരം, അവയവങ്ങളൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്തു. ആദ്യം ശാമ്യേക്ഷണ എന്ന് പറഞ്ഞു, രണ്ടാമത് കുഞ്ചിത മൂർത്തജ എന്ന് പറഞ്ഞു,
കറുത്ത കണ്ണുകള്, വളഞ്ഞ തലമുടി. ഇപ്പൊ ചാർവങ്ക എന്ന് പറഞ്ഞു. നല്ല ഭംഗിയുള്ള ശരീരം, നല്ല മനോഹരമായ അവയവങ്ങളുള്ള ആള്, തന്റെ കയ്യ്, കാല്, മുഖമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചാർവങ്ക. പ്രിയ വാക്ക്, നന്ന വാക്ക്. അത് ബുധന് ബലമുണ്ടെങ്കിലേ പ്രിയ വാക്ക് പറയാവുള്ളൂ. ബുധൻ ബലമില്ലാതെ എവിടെയെങ്കിലും നിന്നാൽ പ്രിയ വാക്കൊന്നും വരില്ല. 2ഉം 3ഉം അർത്ഥത്തിൽ സംസാരിക്കാനൊക്കെ മുട്ടുമുട്ടുക്കരായിരിക്കും. ചാർവങ്ക. ഭംഗിയുള്ള ശരീരപ്രകൃതമുള്ളവരും നന്നായി സംസാരിക്കുന്നവരും പ്രഭക്ഷണ രുചി, രുചികരമായ ആഹാരത്തിന് താല്പര്യം ഉണ്ടാവും. അത് കറക്റ്റാണ്. ആഹാരം രുചി, ഒരുപാടൊന്നും വേണ്ട, കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കണം. ടേസ്റ്റി ഫുഡ്, രുചികരമായ ആഹാരത്തിന് താല്പര്യമുള്ളവരും ഗീതപ്രിയോ നൃത്തവിധ. ആദ്യം പഠിച്ചതിന് വീണയുടെ സ്വഭാവം. ഗീതം, പാട്ട്, കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങളിൽ നല്ല താല്പര്യം. കലാരൂപങ്ങൾ, പാട്ട്, നൃത്തം, പാട്ട് തുടങ്ങിയ കലാരൂപങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ക്ലീബൈര്യാധിപത്യം. അതൊരു ബുധന്റെ എന്തോ ബുധൻ ക്ലീബ ഗ്രഹമായതുകൊണ്ടാണ് ക്ലീബൈര്യാധികം. മോശമായ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാവും. മോശമായ കൂട്ടുകെട്ടുള്ളവരും സമുന്നത നസ, ഉയർന്ന മൂക്കുള്ളവരും ആയിരിക്കും. 3-ാം ഭാവത്തിൽ 3ാമത്തെ രാശിയില് ചന്ദ്രൻ നിന്നാൽ, തൃതീയ അക്ഷകേ, 3ാമത്തെ രാശിയിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലമാണ് പറയുന്നത്. 3ാമത്തെ രാശി എന്ന് പറയുമ്പോൾ മിഥുനൻ രാശി. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളോട് ലോല ഹൃദയമുള്ളവരും സ്ത്രീകളെ ബഹുമാനിക്കുന്നവരുമായിരിക്കും. ലൈംഗികപരമായ കാര്യങ്ങളിൽ നല്ല താല്പര്യവും നിപുണതയും ഉള്ളവരാണ്. കറുത്ത നിറമുള്ള കണ്ണുകളും വളഞ്ഞ തലമുടിയും ഉള്ളവരും ഭംഗിയുള്ള ശരീരപ്രകൃതമുള്ളവരുമാണ്. അതെല്ലാം കൂടി ഒരുമിച്ചെടുക്കണം. കറുത്ത കണ്ണുകള്, വളഞ്ഞ തലമുടി, ചുരുണ്ട തലമുടി, അതുപോലെ ഭംഗിയുള്ള ശരീരപ്രകൃതമുള്ളവരാണ്. ശാസ്ത്രത്തിൽ നല്ല അറിവുള്ളവരും ദൂതപ്രവർത്തി അല്ലെങ്കിൽ മെസഞ്ചർ ജോലികൾ ചെയ്യാനും ഉള്ള താല്പര്യമുള്ളവരും ഉള്ളവരായിരിക്കും. സമർത്ഥമായ ബുദ്ധിയും ഹാസ്യം നിറഞ്ഞ വാക്കുകളും ഉപയോഗിക്കുന്നവരാണ്. ബുധന് ബലമില്ലെങ്കിൽ ദ്യൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂതുകളി പോലുള്ള താഴ്ന്ന ജോലികൾ ചെയ്യുന്നവരും ആയിരിക്കും. നന്നായിട്ട് സംസാരിക്കുന്നവരും. ബുധന് ബലമുണ്ടെങ്കിൽ സംസാര ഭാഷ നന്നായിരിക്കും. ആഹാരത്തിന് നല്ല രുചി വേണം എന്ന് താല്പര്യമുള്ളവരും ഗീതം, നൃത്തം, പാട്ട് തുടങ്ങിയവയിൽ നല്ല താല്പര്യമുള്ളവരായിരിക്കും. മോശമായ കൂട്ടുകെട്ട്, തരം താഴ്ന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ട്. ബുധന് ബലമില്ലെങ്കിൽ തരം താഴ്ന്നവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉണ്ടാകും. എനിക്കറിയാമെന്നുള്ള ഒരാളുണ്ട്, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. ആള് കോളേജ് പ്രൊഫസറാണ്. ഇപ്പോഴില്ല, മരിച്ചു, പറയാൻ പാടില്ലെങ്കിലും എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. മിഥുനൻ രാശിക്കാരനാണ്, തിരുവാതിര നക്ഷത്രമാണ്. കോളേജ് പ്രൊഫസറായിരുന്ന, എന്ന് പറഞ്ഞ് പ്രൊഫസർ ആവണത് തന്നെ 40-42 വയസ്സിന് മുമ്പ് പ്രൊഫസറായി. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റായി. കൊച്ചിലെ ജോലി കിട്ടിയത്. സീനിയോറിറ്റിയിൽ വന്നപ്പോൾ ഒരു എയ്ഡഡ് കോളേജാണ്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ വെള്ളം അടിക്കാൻ വേണ്ടി ലോക്കൽസിൻ്റെ അടുത്ത് വരും. ലോക്കൽസിനെ വിളിച്ചുകൊണ്ട് പോയി വെള്ളം അടിക്കും, ബാറിൽ കയറി വെള്ളം അടിക്കും. ഒരു എക്സാമ്പിളാണ് പറഞ്ഞു തന്നത്. ആര് പറഞ്ഞാലും കേൾക്കൂല. നാട്ടിൽ കിടക്കുന്ന ലോക്കൽസ് വരെ കമ്പനി അടിച്ച് ബാറിൽ കയറി വെള്ളം അടിച്ച് കൂത്താടി വരും. ഒരു എക്സാമ്പിളിനാണ് പറഞ്ഞു തന്നത്. അത് ഈ ബുധന് ബലമില്ലെങ്കിലേ അത് ഒരു ക്ലീവേരിയാതിരതിയും സമുന്നത ഉയർന്ന മൂക്കുള്ളവരുമായിരിക്കും. ഒന്ന് എഴുതണം. സ്ത്രീലോല സുരതോപചാര കുശല സ്ത്രീലോല സുരതോപചാര കുശല. സ്ത്രീകളിൽ ലോല ഹൃദയമുള്ളവരും സ്ത്രീകളോട് മാന്യമായി ഇടപെടുന്നവരും
ഒന്നുകൂടെ പറയാം സാർ. സ്ത്രീകളോട് ലോല ഹൃദയമുള്ളവരും മാന്യമായി ഇടപെടുന്നവരും, സ്ത്രീകളോട് ലോല ഹൃദയമുള്ളവരും മാന്യമായി ഇടപെടുന്നവരും, ലൈംഗികതയിൽ നല്ല താല്പര്യമുള്ളവരുമായിരിക്കും. ലൈംഗികതയിൽ നല്ല താല്പര്യമുള്ളവരുമായിരിക്കും. അടുത്ത ലൈനില് ശാമ്യേക്ഷണ, ശാമ്യ ഈക്ഷണ എന്നാണ് അർത്ഥം. ശാമ്യേക്ഷണ, കറുത്ത എന്നിട്ട് ഒരു കൈപ്പൺ കൊടുത്തിട്ട് കറുത്ത കണ്ണുകളുള്ളവരാണ്. കരിമിഴി, കരിമിഴി, കറുത്ത കണ്ണുകളുള്ളവരാണ്. ശാസ്ത്രവിദ്, അടുത്ത ലൈനില് ശാസ്ത്രവിദ്, ശാസ്ത്രവിദ്, ശാസ്ത്രത്തെ നല്ലവണ്ണം അറിയുന്നവരാണ്. ശാസ്ത്രത്തെ നല്ലവണ്ണം അറിയുന്നവരാണ്. അടുത്ത ലൈനില് ദൂത, ദൂത, ബ്രോക്കർ പണി, മെസഞ്ചർ പണി, ബ്രോക്കർ പണി, മെസഞ്ചർ പണി, സന്ദേശങ്ങൾ കൈമാറുക, സന്ദേശങ്ങൾ കൈമാറുക തുടങ്ങിയവയിൽ നിപുണത ഉള്ളവരായിരിക്കും. തുടങ്ങിയവയിൽ നിപുണത ഉള്ളവരായിരിക്കും. അടുത്തത് കുഞ്ചിത മൂർധജ, കുഞ്ചിത മൂർധജ, ചുരുണ്ട തലമുടിയുള്ളവരാണ്. ഈ ശ്ലോകം പറയുന്നതിന് കൊട്ടേഷൻ്റെ അകത്തിട്ടുണ്ടോ? കുഞ്ചിത മൂർധജ, മൂർധജ, ചുരുണ്ട തലമുടിയുള്ളവരാണ്. അടുത്ത ലൈനില് പടുമതി, പടു ആദ്യത്തട, പടുമതി, സമർത്ഥമായ ബുദ്ധിയുള്ളവരാണ്. സാറേ മതിർ വേണോ അതോ മതി മതി വരെ ഇവിടെ ഉള്ളൂ. മതി വരെ ഉള്ളൂ. മതി, പടുമതി. മതി എന്ന് പറഞ്ഞാൽ തമിഴില് മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം. തമിഴ് വാക്കാണത്. മതിയവൻ എന്ന പിള്ളേർക്ക് പേര് കൊടുക്കും, മതിയവൻ. പടുമതി. ഹാസ്യേങ്കിത, ഹാസ്യേങ്കിത, ഹാസ്യത്തിൽ ഇംഗിതം, ഹാസ്യേങ്കിത, ഹാസ്യം നിറഞ്ഞ സംസാര ശൈലി ഉള്ളവരാണ്. ഹാസ്യം നിറഞ്ഞ സംസാര ശൈലി ഉള്ളവരാണ്. ദ്യൂതവിത്ത്, ദൂ അല്ല ഇത്, ദ്യൂ. ആദ്യം പറഞ്ഞ ദൂത, ഇത് ദ്യൂതവിത്ത്. ദ്യൂതവിത്ത്. ബുധന് ബലമില്ലെങ്കിൽ, ബുധന് ബലമില്ലെങ്കിൽ ചൂതുകളി പോലുള്ള തരംതാണ പ്രവർത്തികൾ ചെയ്യാനിടവരും. തരംതാണ പ്രവർത്തികൾ ചെയ്യാനിടവരും.
അടുത്ത ചാർവങ്ക, ഗായാണ് ഗംഗ എന്നുള്ള ഗ. ചാർവങ്ക. കളികളിൽ ഇടം വരും. ചൂതുകളി പോലുള്ള തരം താഴ്ന്ന പ്രവർത്തികൾ ചെയ്യാനിടവരും. ചൂതുകളി പോലുള്ള തരം താഴ്ന്ന പ്രവർത്തികൾ ചെയ്യാനിടവരും. അത് എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളാം. ഞാൻ ആദ്യം പറഞ്ഞ സ്വഭാവവും ആയിക്കൊള്ളാം. പ്രവർത്തികളെ ക്ലീബേരിയ, അതിന്റെ അവസാനം പറയുന്നുണ്ട് ക്ലീബേരിയ അതിരതിൽ. ഇനി ചാർവങ്ക, ഭംഗിയുള്ള ശരീരപ്രകൃതം ഉണ്ടായിരിക്കും. ഭംഗിയുള്ള ശരീരപ്രകൃതം ഉണ്ടായിരിക്കും. പ്രിയ വാക്ക്, ബുധന് ബലമുണ്ടെങ്കിൽ നന്നായി സംസാരിക്കുന്നവരായിരിക്കും. ബുധന് ബലമുണ്ടെങ്കിൽ നന്നായി സംസാരിക്കുന്നവരായിരിക്കും. പ്രഭക്ഷണ രുചി, രുചിർ ഇറുകൂടി വരും. പ്രഭക്ഷണ രുചിർ, ഭക്ഷണത്തിന് രുചിയായ ഭക്ഷണം ആഗ്രഹിക്കുന്നവരാണ്. രുചിയായ ഭക്ഷണം ആഗ്രഹിക്കുന്നവരാണ്. രുചിയായ ഭക്ഷണം ആഗ്രഹിക്കുന്നവരാണ്. അടുത്ത ലൈനില് ഗീതപ്രിയോ നൃത്തവിത്ത്, സംഗീതം, നൃത്തം, പാട്ട് തുടങ്ങിയവയിൽ നല്ല താല്പര്യമുണ്ടാകും. സംഗീതം, നൃത്തം, പാട്ട് തുടങ്ങിയവയിൽ നല്ല താല്പര്യം ഉണ്ടാകും. അടുത്തത് ക്ലീബൈര്യാതിരതിം, നല്ല വാക്കല്ല, രതി എന്നാണ് പറഞ്ഞത്. രതി എന്ന് വെച്ചാൽ താല്പര്യം എന്നാണ്. അതായത് ക്ലീബൈര്യാദി രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറഞ്ഞു നോക്കണം. രതി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മോശമായ പ്രവണതയാണ്. ക്ലീബൈര്യാദി രതി എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, നവമായിട്ടുള്ള ബന്ധത്തിൽ താല്പര്യം. തരം താണ ആൾക്കാരുമായിട്ടുള്ള കമ്പനിയാകാം, അല്ലെങ്കിൽ മോശപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള രതികളൊക്കെ വരുമെന്ന് വെച്ചാൽ സെക്സ്വാലിറ്റിയിലൊക്കെ മോശമായിട്ടുള്ള ആൾക്കാരുള്ള കാമകേളികളൊക്കെ ചെയ്യാനിട വരും. അതായത് വേശിന്നാണോ അതോ ഒരേ ജെൻഡർ അങ്ങനെ എന്തെങ്കിലും ആണോ? സെയിം ജെൻഡറും ആയിക്കൊള്ളാം. അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നില്ല. ക്ലീബൻ വേശി വരുമോ? വരാം. മോശമായ എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തിൽ പഠിക്കുന്ന അങ്ങനെയല്ലേ, ഒരുപാട് വ്യാഖ്യാനങ്ങൾ നടത്താമല്ലോ. മോശമായ ആളുകളുമായുള്ള കൂട്ടുകെട്ടുകളോ ലൈംഗിക ഇടപാടുകളോ ഉണ്ടാകാം എന്നെഴുതിക്കൊണ്ടാകും. ബുക്കിൽ പറയുന്ന ലൈംഗിക ഇടപാടെന്നാണ് ബുക്കിൽ പറയുന്നത്, എക്സ്പ്ലനേഷനിൽ. മോശമായ ആളുകളുമായുള്ള കൂട്ടുകെട്ടോ ലൈംഗിക ഇടപെടലുകളോ ഉണ്ടാകാം.
ലൈംഗിക ഇടപെടലുകൾ ഉണ്ടാകാം. സമുന്നത നസ, സമുന്നത നസ, ഉയർന്ന മൂക്കുള്ളവരാണ്. സമുന്നത നസ, ഉയർന്ന മൂക്കുള്ളവരാണ്. മതി. ഞാൻ വിട്ടിട്ട് അടുത്ത ക്ലാസ്സിലായാൽ മറന്നു പോകും. എന്താണ് ഇവിടെ കൊണ്ട് വിട്ടെന്നുള്ള ഓർമ്മയില്ല. ഇനി അടുത്ത കന്നി രാശി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ഒരുപാടായി. കൂടുതലായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? കൂടുതലായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ല സാർ. സാർ തൃതീയ അർഷകെ അത് വേണ്ടേ? തൃതീയ അർഷക എന്ന് വെച്ചാൽ മൂന്നാമത്തെ അർത്ഥം എന്ന് വെച്ചാൽ രാശി. മൂന്നാമത്തെ രാശിയിൽ അർഷകെ ചന്ദ്രൻ നിന്നാൽ മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് മിഥുനൻ രാശി. 1 മേടം, 2 ഇടവം, 3 മിഥുനം. അതാണ് ഉദ്ദേശിക്കുന്നത്. മേടത്തിന് ക്രിയെ എന്ന് പറഞ്ഞു, ക്രിയെ. ഇടവത്തിന് ഗവി എന്ന് ഗവി എന്ന് പറഞ്ഞു. മിഥുനത്തിന് ത്രിയാക്ഷയ എന്ന് പറഞ്ഞു. ഓരോന്നിനും ഓരോ പേര് പറയും. അതാണ് അതിനെ വിട്ടത്. മൂന്നാമത്തെ രാശി എന്ന് വെച്ചാൽ മിഥുനൻ രാശിയിൽ നിന്നാൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരി, ഓക്കെ, മതിയല്ലോ. ശരി സാർ. താങ്ക് യു. ശരി സാർ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ.